ഇനി നമുക്ക് അത് കഴിഞ്ഞു അല്ലെ? ബിഹേവിയറൽ അസസ്മെന്റ് ആണെന്നല്ല പറഞ്ഞത്. അപ്പോ അത് കഴിഞ്ഞു. ഇനി അതിന് ശേഷം നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഏതായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി, ഇതിനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോ ബിഹേവിയറൽ അസസ്മെന്റ് തിയറി എന്ന് പറഞ്ഞാൽ ലേൺഡ് ആണ് മനുഷ്യന്റെ ഓരോ പേഴ്സണാലിറ്റിയും ബിഹേവിയേഴ്സ് എന്ന് പറഞ്ഞു. എന്നാൽ അതിനുശേഷം വരുന്ന ഒരു തിയറിയാണ് കോഗ്നിറ്റീവ് തിയറി അല്ലെങ്കിൽ സോഷ്യൽ തിയറി, സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയും. സോഷ്യൽ ലേണിംഗ് തിയറി അല്ലെങ്കിൽ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി എന്ന് പറയും. ആൽബർട്ട് ബണ്ടൂറ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ കാഴ്ചപ്പാടിൽ പേഴ്സണാലിറ്റി എന്താണ്, എങ്ങനെയാണ് പഠനം നടക്കുന്നത്, ബിഹേവിയർ മോഡിഫിക്കേഷൻ നടക്കുന്നത് എന്നൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ മെറ്റീരിയൽ എടുക്കുന്നില്ല, അതിൽ 200 പേജ് ഉണ്ട്, അപ്പൊ നമുക്ക് കവർ ചെയ്തോളുന്നില്ല. എന്റെ ബുള്ളറ്റ് പോയിന്റുകളിലൂടെ മാത്രം കവർ ചെയ്യാം. എന്നാൽ തന്നെ മുഴുവൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. കഴിയുന്നിടത്തോളം നോക്കാം, കാരണം റിപ്പീറ്റേഷൻ ഉണ്ട്, അതുകൊണ്ട് വിഷയലെസ് അല്ല. ഈ പറഞ്ഞ തിയറി ഡെവലപ്ഡ് ബൈ ആൽബർട്ട് ബണ്ടൂറയാണ്. ഇതിൽ പറയുന്നത് വെച്ചാൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് പ്രോസസ്സ്, ലേണിംഗ് ആൻഡ് സെൽഫ് റെഗുലേഷൻ. അപ്പോ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ, ഫ്രൂയിഡ് പറഞ്ഞ പോലെ അൺകോൺഷ്യസ് ആയ എന്തൊക്കെയോ അല്ല, ഇൻസ്റ്റിങ്ക്റ്റുകളല്ല, പിന്നെയോ മറ്റുള്ള ചെറിയ ആൾക്കാർ പറഞ്ഞ പോലെ ബയോളജിക്കലി ഹെറിഡിറ്ററി ഡിറ്റർമൈൻഡ് അല്ല. പിന്നെ എന്താണുള്ളത്? നമ്മുടെ കൊഗ്നീഷൻ അഥവാ നമ്മുടെ ബ്രെയിനിന് റോൾ ഉണ്ട്, നമ്മൾ ബിഹേവിയറിൽ പറഞ്ഞ പോലെ ലേണിംഗിന് റോൾ ഉണ്ട്, അതിന് പുറമെ സെൽഫ് റെഗുലേഷൻ, നമുക്ക് സ്വന്തമായിട്ടുള്ള കുറെ. അപ്പൊ നമ്മളായിട്ട് പഠിച്ചെടുക്കുന്ന, ആലോചിച്ചെടുക്കുന്ന, നമ്മൾ യുക്തിഭദ്രമായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പൊ ബയോളജി മാത്രമല്ല, മറിച്ച് അതും ഇതൊക്കെ ചേർന്നിട്ടാണ്. ബണ്ടൂര പറയുന്നു, പീപ്പിൾ ആർ നോട്ട് പാസീവ് ലേണേഴ്സ്. മൃഗങ്ങളെ പോലെ പട്ടി ഇങ്ങനെ കുറെ കാര്യം ചെയ്തപ്പോ ഒരു സലൈവ പ്രൊഡ്യൂസ് ചെയ്യാൻ പഠിച്ചെടുത്തു, അങ്ങനെയല്ല. പിന്നെ ആക്റ്റീവ്ലി തിങ്കിങ്, ഇന്റർപ്രറ്റ്, പ്ലാൻ ആൻഡ് കൺട്രോൾ ദ ബിഹേവിയർ. നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്, മാത്രമല്ല ചിലപ്പോൾ നമ്മൾ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക കഴിവുള്ള, പഠിച്ചെടുക്കുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യനിലുള്ളത്. അങ്ങനെ അവർ ചിന്തിച്ച് ആലോചിച്ച് പഠിച്ചെടുക്കുന്നതുകൊണ്ടാണ് അവരുടെ പേഴ്സണാലിറ്റി, ബിഹേവിയർ ഉണ്ടാകുന്നത്. ഇവിടെ തോട്ടിനും ബിലീഫിനും ഗോളിനും പേഴ്സണൽ മീനിങ്ങിനും ഒക്കെ ഒരു അർത്ഥം നൽകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബിഹേവിയറിന് ഇതൊക്കെ ഉണ്ട് എന്നുള്ള പറഞ്ഞു. ഇവരുടെ തിയറിയിൽ പ്രധാനപ്പെട്ട പോയിന്റ് എന്താ വെച്ചാൽ റെസിപ്രോക്കൽ ഡിറ്റർമിനിസം എന്ന് പറയും. ചിലപ്പോൾ 3 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 6 മാർക്കിന് ചോദിക്കാം. ഇവരുടെ തിയറിയിൽ പറയുന്ന ഒരു പ്രത്യേകത വെച്ചാൽ റെസിപ്രോക്കൽ ഡിറ്റർമിനിസം. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ഡിറ്റർമിനിസം എന്ന് പറഞ്ഞാൽ തീരുമാനം. അപ്പൊ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ സാധനം ഇതാണ്, ബിഹേവിയർ എന്ന് പറഞ്ഞ സാധനം ഇതാണ്, എൻവയോൺമെന്റ് എന്നൊരു സാധനം, അങ്ങനെ നമ്മൾ പഠിക്കും. നോക്കാം. സെൻട്രൽ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിയുടെ ഒരു ബേസിക് അല്ലെങ്കിൽ അടിസ്ഥാനപരമായുള്ള അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം. അങ്ങനെ പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഈസ് ഷേപ്ഡ് ബൈ കണ്ടിന്യൂസ് ഇന്ററാക്ഷൻ എമംഗ്. പേഴ്സണാലിറ്റി രൂപീകരിക്കപ്പെടുന്ന എങ്ങനെയാണ്? ഈ മൂന്നും തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ടാണ്. അതായത് പി ഫാക്ടറും, ബി ഫാക്ടറും, ഇ ഫാക്ടറും. പി എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഫാക്ടർ. അങ്ങനെ പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ചിന്തകള്, അവന്റെ വിശ്വാസങ്ങള്, അവന്റെ കാഴ്ചപ്പാടുകള്, അവന്റെ വികാരങ്ങൾ. അപ്പോൾ വൈയക്തികമായ കുറെ കാര്യങ്ങളുണ്ട്, ബയോളജിക്കലി അല്ലെങ്കിൽ ഫിസിയോളജിക്കലി തീരുമാനിക്കപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ. 2, മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ, എക്സ്റ്റീരിയർ ആയിട്ട് മറ്റുള്ളവർക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ, ബിഹേവിയർ അഥവാ ആക്ഷൻസും ചോയ്സസും ഹാബിറ്റ്സും. അപ്പോ ഇന്റേണൽ ആയ സാധനവും എക്സ്റ്റേണൽ ആയ സാധനവും അതുമുണ്ട്, അതോടുകൂടെ എൻവയോൺമെന്റും, നമ്മുടെ ചുറ്റുപാടും. അപ്പൊ കേവലം എൻവയോൺമെന്റ് അല്ല പേഴ്സണാലിറ്റി മോൾഡ് ചെയ്യുന്നത്, കേവലം ബിഹേവിയർ അല്ല, കേവലം പേഴ്സണൽ ഫാക്ടർ അല്ല, ഇത് മൂന്നും കൂടി മെർജ് ചെയ്തിട്ടാണ്. എക്സാമ്പിൾ, അപ്പൊ ദീസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് വൺ അനദർ ബോത്ത് ഡയറക്ഷൻ. ഇത് അങ്ങോട്ടും അത് ഇങ്ങോട്ടും. അപ്പൊ പി ഫാക്ടർ ബി എ ഇൻഡ്യൂസ് ചെയ്യുന്നു, ബി എ ഇൻഡ്യൂസ് ചെയ്യുന്നു, ബി ഇ എ ഇൻഡ്യൂസ് ചെയ്യുന്നു, ഈ ബി എ ഇൻഡ്യൂസ് ചെയ്യുന്നു. ഒരു ചാക്രികമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു വൈശ്യ സർക്കിൾ എന്ന് പറയില്ലേ, ഇത് ഇതിന് കാരണമായി, അത് ഇതിന് കാരണമായി, അത് ഇങ്ങനെ അങ്ങനെ ഒരു പരസ്പര അങ്ങോട്ടും ഇങ്ങോട്ടും കാരണമാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി, ആ കുട്ടി വിശ്വസിക്കണത് പഠിക്കാൻ കഴിയുന്നവനാണ് എന്ന കുട്ടിക്ക് ഒരു ചിന്ത ഉണ്ടെങ്കിൽ അതെന്താണ്? അവന്റെ പേഴ്സണൽ ഫാക്ടറാണ്, ചിന്തയാണ്, വിശ്വാസമാണ്. അത് കാരണം എന്ത് ചെയ്യുന്നു? അവന് പഠിക്കുകയാണ്, കൂടുതൽ പഠിക്കുന്നു. അവ പഠിക്കാൻ കഴിയുമെന്ന അവന്റെ ചിന്ത, കോഗ്നിറ്റീവ് ഫാക്ടർ അല്ലെ പേഴ്സണൽ ഫാക്ടർ, അത് കാരണം അവൻ ഉഷാറായി പഠിക്കുന്നു, നല്ല മാർക്ക് വാങ്ങുന്നു. അത് അവന്റെ ബിഹേവിയർ ഫാക്ടർ. നല്ല മാർക്ക് കിട്ടിയപ്പോൾ ടീച്ചേഴ്സ് അവനെ പ്രൊമോട്ട് ചെയ്യുന്നു, സമ്മാനം കൊടുക്കുന്നു, അതൊരു അവന്റെ എൻവയോൺമെന്റ്. അപ്പൊ സമ്മാനം കിട്ടുമ്പോൾ അവൻ ഒന്നും കൂടി ഉഷാറാവും, വിശ്വാസം കൂടും, പഠനം ഒന്നും കൂടി ഉഷാറാവും. അപ്പൊ പഠിക്കുക എന്ന, പഠിക്കാനുള്ള കഴിവ് പഠനം എന്ന ബിഹേവിയറിനും പഠിച്ചത് കൊണ്ട് കിട്ടുന്ന റിസൾട്ട് എൻവയോൺമെന്റിൽ അവന് സ്റ്റിമുലേഷൻ കിട്ടാൻ കാരണമാകുന്നു. അപ്പൊ അത് അങ്ങനെ ചാക്രികമായിട്ട് പോകുന്നു. ഇത് അതിനും കാരണമാകുന്നു. അപ്പൊ നല്ലൊരു അപ്രിസിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെന്താവും? സെൽഫ് ഇംപ്രസ്ഡ് ആവും. സെൽഫ് ഇംപ്രസ്ഡ് ആവുമ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആവും, ആക്ഷൻ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി രൂപീകരിക്കപ്പെടുന്നത്.
അങ്ങനെ പറഞ്ഞാൽ നോ സിംഗിൾ ഫാക്ടർ കൺട്രോൾസ് ബിഹേവിയർ. ഒരു പ്രത്യേക പേഴ്സണാലിറ്റി മാത്രമാണോ, പേഴ്സണൽ ഫാക്ടർ മാത്രമാണോ? അല്ല. ബിഹേവിയർ മാത്രമാണോ? അല്ല. എൻവയോൺമെന്റ് മാത്രമാണോ? അല്ല. പിന്നെ ഇൻസ്റ്റഡ് ഓൾ ത്രീ വർക്ക് ടുഗദർ. അങ്ങനെ പറഞ്ഞാൽ ട്രയാർക്കിക് റെസിപ്രോക്കൽ സിസ്റ്റമാണ്. ഇത് അങ്ങോട്ടും അത് ഇങ്ങോട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പര ബന്ധമുണ്ട്. എട്ടുകാലി വല പോലെയാണ് കിടക്കുന്നത്. ഇനിയും അതിലുള്ള മറ്റൊരു പറയുന്നത് ജീൻ പിയാഷെ അല്ലല്ലോ, അറിയുന്ന നമ്മളാള് ആൽബർട്ട് ബണ്ടൂറ. ബണ്ടൂറയുടെ തിയറിയിലെ സോഷ്യൽ കോഗ്നിറ്റീവ് ലേണിംഗിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം. മറ്റൊരു പോയിന്റാണ് സെൽഫ് എഫിക്കസി എന്നത്. അവരുടെ തിയറി പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് സെൽഫ് എഫിക്കസി. സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പേഴ്സൺസ് ബിലീഫ് ഇൻ ദെയർ എബിലിറ്റി. ഓരോ മനുഷ്യർക്കും അവരുടെ കഴിവിൽ ഒരു വിശ്വാസമുണ്ട്. അപ്പൊ എനിക്ക് എന്റെ ഒരു കഴിവിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ മുന്നിൽ ക്ലാസ് എടുക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. ഓരോരുത്തർക്കും, നിങ്ങളൊക്കെ ടീച്ചർമാരാണെങ്കിൽ, ഡോക്ടർ ആണെങ്കിൽ അതല്ലേ. അപ്പൊ അവരവരുടെ കഴിവിലുള്ള ഒരു വിശ്വാസം അത് വേണം. എന്തിന്? ടു ഓർഗനൈസ് ആൻഡ് ക്യാരി ഔട്ട് ആക്ഷൻസ് റിക്വയർഡ് ടു അച്ചീവ് ഗോൾസ്. അപ്പൊ നമ്മളിൽ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടിയെടുക്കാൻ ഇങ്ങനെ ചെയ്ത് ഈ ലെവലിൽ എത്തിയാൽ എനിക്ക് നേടാൻ പറ്റും. അങ്ങനെ ഒരു കഴിവ്, ആ കഴിവ് ഉണ്ടായാൽ മാത്രം പോരാ, ആ കഴിവ് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ പോരാ, അതിലുള്ള വിശ്വാസം കൂടി വേണം. ഓരോ വ്യക്തിയിലും ഉള്ളിൽ തന്നിലുള്ള ഒരു വിശ്വാസമുണ്ട്, ആത്മവിശ്വാസം. ആ വിശ്വാസം സ്കില്ലുണ്ടാവണം, ആ സ്കില്ലിലുള്ള വിശ്വാസം കൂടി ഉണ്ടാവണം. അതാണ് സെൽഫ് എഫിക്കസി. ഇത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വളരെ പ്രധാനമാണ്. സെൽഫ് എഫിക്കസി ഇറ്റ്സ് എ ടാസ്ക് സ്പെസിഫിക്. അത് ഓരോരോ, ഉദാഹരണം പബ്ലിക് സ്പീക്കിംഗ്, അതൊരു ടാസ്ക് ആണ്. അതിനുള്ള വിശ്വാസമാകുമ്പോൾ സെൽഫ് എഫിക്കസി ഉണ്ട്. നേരെ മറിച്ച് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, മാത്സും മറ്റൊരു ന്യൂമറിക്കൽ ലോജിക്കും അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ, അതിൽ വിശ്വാസം ഇല്ലെങ്കിൽ അതിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ടാസ്ക് സ്പെസിഫിക് ആണ്. മീനിങ് പീപ്പിൾ മേ ഫീൽ കോൺഫിഡന്റ് ഇൻ വൺ ഏരിയ ബട്ട് നോട്ട് അനദർ. ചിലപ്പോൾ പാട്ടുപാടാനുള്ള കഴിവുണ്ടാവും, ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ടാവും, പക്ഷെ പ്രസംഗിക്കാനുള്ള കഴിവുണ്ടാവില്ല. ചിലപ്പോൾ അടിപൊളിയായിട്ട് എഴുതാൻ കഴിയും, പക്ഷെ അത് അങ്ങനെ വരുമ്പോ സെൽഫ് എഫിക്കസി ഉണ്ടായാൽ എന്തുകൊണ്ട് ഗുണം എന്താണ്? സെൽഫ് എഫിക്കസി നമ്മളെ മക്കൾക്ക് അല്ലെങ്കിൽ നമുക്കുണ്ടെങ്കിലുള്ള ഗുണം, അവര് വ്യൂ ചലഞ്ചസ്, നമ്മൾക്ക് മുന്നിൽ വരുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ്, അതെന്താ അവർ കാണുക? മാസ്റ്ററബിൾ റാദർ ദാൻ ത്രെട്ടനിങ്. അവരെങ്ങാണ് കാണുക? ഉദാഹരണം, ഒരു അവസരം, അത്യാവശ്യം തന്റെ കഴിവിൽ വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ ഒരു പ്രസന്റേഷന്റെ അവസരം കിട്ടി, അല്ലെങ്കിൽ ഒരു ടോക്കിന്റെ അവസരം കിട്ടിയാൽ ഇത് കിട്ടിയ അവസരം, ഇത് ഉപയോഗപ്പെടുത്തി അടുത്ത വർഷം കയ്യിലേക്ക് ഉഷാറാകാം എന്നേ ചിന്തിക്കുള്ളൂ. അത് ത്രെട്ടായിട്ടല്ല കാണുക. അപ്പൊ ഏതൊരു ചലഞ്ചിനെയും അതൊരു ഗ്രോത്തിന്റെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവർ കാണും, ഈ സെൽഫ് എഫിക്കസി ഉള്ളവർ. അല്ലാത്തവരെന്തെങ്കിലും ഓടി ഒളിക്കും, ഇത് ശരിയാവില്ല, അതുകൊണ്ട് നമ്മൾ ഫ്ലോപ്പായ ആൾക്കാരൊക്കെ. അങ്ങനെ സെൽഫ് എഫിക്കസി ഉണ്ടായാൽ നമ്മൾ ഏതിനെയും നേരിടാനുള്ള കഴിവുണ്ടാവും. ഷോ ഗ്രേറ്റർ എഫോർട്ട്, മോട്ടിവേഷൻ ആൻഡ് പെർസിസ്റ്റൻസ്. ഇവരുടെ പ്രത്യേകത എന്താണ്? അവർ എഫോർട്ട് എടുക്കും, അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും. മാത്രമല്ല അത് നേടുന്നത് വരെ പെർസിസ്റ്റ് ചെയ്യും. ഒന്നും ശ്രമിച്ചിട്ട് കിറ്റ് ചെയ്യില്ല, കുറച്ച് പെർസിസ്റ്റ് ചെയ്യും. അപ്പോൾ സെൽഫ് എഫിക്കസി ഇയാളുടെ തിയറിയിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അതുണ്ടായാൽ നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കും, നമ്മൾ കണ്ടിന്യൂസ്ലി എഫോർട്ട് ചെയ്യുന്നവരായിരിക്കും. മാത്രമല്ല അവരുള്ളവരാണെങ്കിൽ റിക്കവർ ക്വിക്ലി ഫ്രം ഫെയിലിയർ. എന്തെങ്കിലും ഒരു പ്രാവശ്യം പരീക്ഷ എഴുതി മാർക്ക് കുറവാണ്, ഇതൊന്നും നമുക്ക് നടക്കില്ല, ഉറപ്പല്ല, പിന്നെയും ശ്രമിക്കും, രണ്ടും നോക്കും. നിങ്ങൾ MPC 46 പഠിക്കും പോസിറ്റീവ് സൈക്കോളജി റെസിലിയൻസ് എന്ന യൂണിറ്റ്, ഒരു ചാപ്റ്റർ, വളരെ രസകരമായ സാധനമാണ്. ഇതൊക്കെ അറിയാം. ലോവർ സ്ട്രെസ് ആണ്. ഇവർക്ക് ചെറിയ സ്ട്രെസ്സും ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവും, പക്ഷെ അതിനൊക്കെ മറികടന്ന് അതിനൊക്കെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നേടാനൊരു കഴിവ് സെൽഫ് എഫിക്കസി ഉള്ളവർക്ക് ഉണ്ടാകും. ചിലപ്പോൾ ചോദിക്കൂട്ടോ, 6 മാർക്കിന് ചോദിക്കും സെൽഫ് എഫിക്കസി. അതല്ല, ഇത് essay ആണ് ചോദിക്കുന്നത്, ഈ പോയിന്റുകളെ വെച്ചുകൊണ്ടാണ് എഴുതേണ്ടത്. അങ്ങനെ വരുമ്പോൾ ലോ സെൽഫ് എഫിക്കസി ക്രിയേറ്റ് ഡൗട്ട്. നമുക്ക് നമ്മളിൽ വിശ്വാസം ഇല്ലെങ്കിൽ ഒരു ഡൗട്ടേ കയറാം, ഒരു സംശയം, അതിപ്പോ ഞാൻ ചെയ്താൽ ശരിയാകും, അത് എന്നെ പറഞ്ഞു, ഞാനത് എഴുതിയ ശരിയാ, അത് നിങ്ങൾ തന്നെ എഴുതിക്കോളൂ, ഒരു ബോസ് ഇമെയിൽ. അങ്ങനെ നമ്മുടെ കഴിവിലൊരു വിശ്വാസക്കുറവ് വികാരം. അത് കാരണം എന്താണ്ടാകുക? നമ്മളെ പരമാവധി അവോയ്ഡ് ചെയ്യും. പിന്നെന്താവും? സ്ട്രെസ് കൂടും. പതുക്കെ നീട്ടി വെച്ച് കാര്യങ്ങൾ നീട്ടി നമ്മൾ പിന്നാക്കം പോകും. അപ്പൊ ഈ സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞ സാധനം ഇത്ര ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? സെൽഫ് എഫിക്കസി പ്രധാനമായിട്ട് 4 രീതിയിലൂടെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇവർ പറഞ്ഞ് ആൽബർട്ട് ബണ്ടൂറ പറയുന്നു, 1 മാസ്റ്ററി എക്സ്പീരിയൻസ്, 2 സോഷ്യൽ മോഡലിംഗ്, 3 സോഷ്യൽ പെർസെപ്ഷൻ, 4 ഫിസിയോളജിക്കൽ ഇമോഷണൽ സ്റ്റേറ്റ്. ഈ 4 രീതിയിലൂടെയും കുട്ടികൾക്ക് നമുക്ക് സെൽഫ് എഫിക്കസി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. 1 മാസ്റ്ററി എക്സ്പീരിയൻസ്, ചെയ്ത് വരുന്നത്. ആദ്യം പാട്ട് പാടുമ്പോൾ തെറ്റുകൾ പറ്റും, ചിലപ്പോൾ പാടാൻ കഴിഞ്ഞോളന്നില്ല, പ്രസംഗിക്കാൻ കഴിഞ്ഞോളന്നില്ല. ഏത് കാര്യങ്ങളും നമ്മൾ നടക്കുമ്പോൾ വീണിട്ടുണ്ടല്ലോ അല്ലെ, എഴുതിയപ്പോ തെറ്റിയിട്ടുണ്ട്, പക്ഷെ എഴുതി എഴുത്തുകാരനാവും, അല്ലെങ്കിൽ വരച്ചു ഒരു പാട്ട്. സക്സസ് ഫ്രം പ്രീവിയസ് അറ്റംപ്റ്റ്സ് സ്ട്രെങ്തൻ സെൽഫ് എഫിക്കസി. പഴയ ശ്രമം ഇന്നൊരു ശ്രമിച്ചു, നാളെയും മറ്റന്നാളും ഒരാഴ്ചയോളം ശ്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡിഫറൻസ് ഉണ്ടാകും.
ഫെയിലിയർ എസ്പെഷ്യലി ഏർലി ഫെയിലിയർ ക്യാൻ വീക്കൻ ഇറ്റ്. അപ്പൊ പരാജയങ്ങൾ എപ്പോഴും എന്താവും, എഫിക്കസി കുറക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ കഴിയണം. അപ്പൊ മാസ്റ്ററി എക്സ്പീരിയൻസ്, അതായത് പ്രാക്ടീസ് അതാണ് ഒരു മാർഗം. രണ്ട്, സോഷ്യൽ മോഡൽ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരാളെ ഒരു ശൈലി ഉണ്ട് അതേമാതിരി ചെയ്ത് നോക്കുക, മിമിക്കിംഗ് എന്ന് പറയും. അതല്ലെങ്കിൽ വൈക്കാരിയസ് ലേണിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണം നമ്മള് എന്റെ വീട്ടിലിപ്പോ എന്റെ ചെറിയ മോള് അതിന്റെ മുകളിലുള്ള മോള് ചെയ്യുന്നതും അവൾക്ക് കിട്ടുന്ന സമ്മാനം, അവൾക്ക് ഇപ്പോ ക്വിസിൽ ഫസ്റ്റ് കിട്ടി, അല്ലെങ്കിൽ അവൾക്ക് ചിത്രരചന ഫസ്റ്റ് കിട്ടി, അപ്പൊ അവൾക്ക് എന്താവും, ഫസ്റ്റ് കിട്ടിയ സമ്മാനം കിട്ടൂലേ, ആൾക്കാരുടെ ഇടയിൽ വിളിക്കൂലേ, അത് വൈക്കാരിയസ്. മറ്റുള്ളവർക്ക് കിട്ടുന്ന അപ്രിഷിയേഷനും മറ്റുള്ളവർക്ക് കിട്ടുന്ന റെക്കഗ്നേഷനും കാരണം നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് പോയിട്ട്, അതല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവും. ഒബ്സർവിംഗ് പീപ്പിൾ സിമിലർ ടു ഓൺ സെൽഫ് ഒബ്സെക്ഷൻ, അതുപോലെ ഡെമോൺസ്ട്രേറ്റ്സ് ദാറ്റ് സക്സസ് ഈസ് അച്ചീവബിൾ. അപ്പോ അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കും ചെയ്തൂടെ, താത്ത ചെയ്തിട്ടുണ്ടോ എന്നാ എനിക്കും ചെയ്യാലോ, മൂപ്പര് പറഞ്ഞു എന്നാ ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. സോഷ്യൽ മോഡലിംഗ് ആണ് സെൽഫ് എഫിക്കസിക്കുള്ള മറ്റൊരു മാർഗം. മൂന്ന്, സോഷ്യൽ പെർസ്വേഷൻ, സമൂഹത്തിൽ കിട്ടുന്ന അംഗീകാരങ്ങൾ. ചെറിയ കുട്ടികൾ നല്ലൊരു പാട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉഷാറായിട്ട് വളർന്നു വരും. സമൂഹത്തിൽ നമുക്ക് അംഗീകാരം കിട്ടുകയാണെങ്കിൽ, നമ്മളെ കഴിവുകൾക്ക് അംഗീകാരം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് വളരും. നേരെ മറിച്ച് പുച്ഛിക്കലും പരിഹസിക്കലും നമ്മൾ പിന്നോട്ട് പോകും. ആ പെർസ്വേഷൻ വളരെ പ്രധാനമാണ്. എൻകറേജ്മെന്റ്, സപ്പോർട്ട്, വെർബൽ പെർസ്വേഷൻ. പിന്നെ ഫിസിയോളജിക്കൽ ഇമോഷണൽ സ്റ്റേറ്റ്. ഫിസിയോളജിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഉദാഹരണം ഒരു ചിത്രകാരനാണെങ്കിൽ ചിത്രം വരച്ചു കഴിഞ്ഞാൽ ഒരു സംതൃപ്തി ഉണ്ടാവും, അത് നാലാൾക്കാർ വന്ന് പറയുമ്പോൾ അതിനേക്കാൾ നടത്തില്ല. ഇങ്ങനെയൊക്കെയാണ് ഇത് കൂടുക. സ്ട്രെസ് കുറയുന്നു, പോസിറ്റീവ് മൂഡ്, ഗുഡ് ഫിസിക്കൽ കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് എഫിക്കസി ഉണ്ടാവും. നേരെ മറിച്ച് സ്ട്രെസ്ഡ് ആണ്, മൂഡ് സുഖമില്ലെങ്കിൽ, ആങ്സൈറ്റി, ഫാറ്റിഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ സെൽഫ് എഫിക്കസി കുറയുന്നു. അതായത് ഫിസിയോളജി. ഈ 4 വഴിയിലൂടെയാണ് നമ്മുടെ സെൽഫ് എഫിക്കസി കൂട്ടാനുള്ള മാർഗങ്ങൾ. ഇനി ഇദ്ദേഹത്തിന്റെ ഈ തിയറിയിലെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് വൈക്കാരിയസ് ലേണിംഗ്. നേരത്തെ പറഞ്ഞത് വൈക്കാരിയസ് ലേണിംഗ് അഥവാ സോഷ്യൽ മോഡലിംഗ് എന്നുള്ളത്. എന്താണ് ഈ വൈക്കാരിയസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ? അതിന് ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയാറുണ്ട്. അതായത് ഒരു വ്യക്തികളും മറ്റുള്ളവരുടെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോ മറ്റുള്ളവരുടെ ഉദാഹരണം, ഒരുത്തൻ പെർഫോം ചെയ്യുന്നു, അടിപൊളിയായി പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി കൈയടിക്കുന്നു, അയാൾ സംതൃപ്തനാവുന്നു, ശേഷം അവാർഡ് കിട്ടുന്നു, സമ്മാനം കിട്ടിയിട്ട് അയാൾ എല്ലാവരും പൊക്കുന്നു. അതിങ്ങനെ കാണുമ്പോൾ നമ്മളും തന്നെ ത്രിൽഡ് ആയി പോകുന്ന ഒരു അവസ്ഥ. അങ്ങനെ മറ്റുള്ളവർക്ക് കിട്ടുന്നതിൽ അംഗീകാരമായിട്ട് അതൊക്കെ. അതേമാതിരി തന്നെ തെറ്റ് ചെയ്തതിന്റെ പേരിൽ നല്ല അടി മറ്റൊരാൾക്ക് കിട്ടുന്നുണ്ട് കഴിഞ്ഞാൽ നമ്മളും അടിയിൽ നിന്ന് മാറി, അടി കിട്ടുന്നതിന് മാറി ഇങ്ങനെ പഠിക്കുന്ന രീതി. റാപ്പിഡ് അക്യൂസേഷൻ ഫോർ കോംപ്ലക്സ് ബിഹേവിയർ, വളരെ സങ്കീർണമായ സ്വഭാവങ്ങളൊക്കെ നമ്മൾ ഈ രീതിയിലൂടെ പഠിച്ചെടുക്കുന്നതാണ്. വൈകാരിയസ് റെയിൻഫോഴ്സ്മെന്റ്, വേർ പീപ്പിൾ ലേൺ ഒബ്സർവ് സോഷ്യൽ സ്കിൽസ്, മോറൽ ഡെവലപ്മെന്റ്, അഗ്രഷൻ, റോൾ, ഇതിലൊക്കെ ഇതിന് സഹായിക്കുന്നു. അപ്പോ ബണ്ടൂറയുടെ തിയറിയുടെ ആകെത്തുക സോഷ്യൽ ഹൈലൈറ്റ്സ്. ഇതിൽ പ്രത്യേകിച്ച് തോട്ടിനും എൻവയോൺമെന്റിനും ബിഹേവിയറിനും പങ്കുണ്ട്. അവ മൂന്നും കണ്ടിന്യൂസ്ലി ഇൻഫ്ലുവൻസ് ഈച്ച് അതർ. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായി നമ്മൾ ബിഹേവിയർ ഉണ്ടാവുന്നതും പേഴ്സണാലിറ്റി ഉണ്ടാവുന്നതും നമ്മുടെ വ്യക്തിത്വം രൂപീകരിക്കപ്പെടുന്നതും. സെൽഫ് എഫിക്കസി, ഒബ്സർവേഷൻ ലേണിംഗ്, പവർഫുൾ മെക്കാനിസം, പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇത് രണ്ടും, സ്വന്തം വിശ്വാസവും മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്ത് ഫോളോ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും. പ്രസന്റ് ബാലൻസ് വ്യൂ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. കൊഗ്നിറ്റീവ് തിയറി പിന്നെ പഠിക്കാണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് തിയറി. അപ്പൊ അവര് പറഞ്ഞ കൊഗ്നിറ്റീവ്ലി ആണ് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അത് ശരിയാണ്. അതിലെ കുറച്ച് ഭാഗവും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടും ഇങ്ങനെയാണ് പഠിച്ചെടുക്കുന്ന ബിഹേവിയറിസം അതും. എന്നാൽ അതേസമയം ബയോളജി, ഇങ്ങനെ പലതിന്റെയും ഒരു സമഞ്ജിതമായ ഒരു രൂപമാണ് ഈ തിയറിയിലൂടെ അദ്ദേഹം ധരിപ്പിക്കുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, ഐസെങ്ക് ഡയമെൻഷൻ. ഇത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? യെസ്. ബയോളജിക്കൽ തിയറീസിനെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ബയോളജിക്കൽ തിയറി ഇങ്ങനെ ഐസെങ്കിന്റെ ഒരു തിയറി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ തിയറിയാണ് പെൻ മോഡൽ എന്ന് പറഞ്ഞത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബയോളജിക്കൽ തിയറി ലാർജ് ഡയമെൻഷൻ ഉണ്ട്. അപ്പോ പേഴ്സണാലിറ്റി ഹൈറാർക്കി, സ്പെസിഫിക് ഫാക്ടർ ഉണ്ട്, ഹാബിച്വൽ ഫാക്ടർ ഉണ്ട്. അതെ പറഞ്ഞിട്ടുണ്ട്. പെന്ന് എക്സ്ട്രാവേർഷൻ എന്താന്ന് പറഞ്ഞു. ഓക്കെ, എക്സ്ട്രാവേർട്ടഡ് ആയുള്ള കാരണം പറഞ്ഞു, ബയോളജിക്കൽ ബേസിസ്, അതിന്റെ റീസൺ നമ്മൾ പറഞ്ഞു, അറാസ് സിസ്റ്റം ആണെന്നുള്ളതും, പിന്നെ ന്യൂറോട്ടിസത്തിനെ കുറിച്ച് പറഞ്ഞു, സൈക്കോട്ടിസം. ഇന്നലെ നമ്മൾ സൈക്കോട്ടിസം പറഞ്ഞിട്ടില്ല. എക്സ്ട്രാവേർഷന്റെ കാര്യം പറഞ്ഞതാണ്, നമ്മുടെ ബ്രെയിനിന്റെ സ്റ്റെം ബ്രെയിനിൽ കിടക്കുന്ന അറാസ് സിസ്റ്റം എന്നുള്ളത് ഈ ഇൻട്രോവേർട്ടഡ് ആയ ആൾക്കാരിൽ പൊതുവെ അത് അറോസ്ഡ് ആയ അവസ്ഥയാണ്. അതായത് അതിന്റെ പീക്കിലാണ്. ചെറിയൊരു ഇത് കിട്ടുമ്പോഴേക്കും അവർ അറോസലാവും. അതുകൊണ്ട് അത് കിട്ടാതിരിക്കാൻ വേണ്ടി അവർ ഉൾവലിയുന്നു. അതുകൊണ്ടാണ് അവർ ഇൻട്രോവേർട്ടഡ് ആയത്.
എക്സ്ട്രാവേർഷന്റെ ആൾക്കാർ അഥവാ എക്സ്ട്രോവേർട്ടുകളായ ആൾക്കാരുടെ അറാ സിസ്റ്റം പൊതുവേ അതൊരു മന്ദീഭവിച്ച ഒരു ലോവർ സ്റ്റേറ്റിലാണ്. അപ്പൊ അതിനൊരു സ്റ്റിമുലേഷന് വേണ്ടി അതിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അവര് പലവരോട് സംസാരിക്കാനും ഇടപഴകാനും സോഷ്യൽ ആക്ടിവിറ്റിയിൽ പോകണം. അങ്ങനെ ആക്ടിവേറ്റഡ് ആകാൻ വേണ്ടി അല്ലെങ്കിൽ അറൗസ്ഡ് ആകാൻ വേണ്ടി അവർ ഇന്ററാക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് അവർ എക്സ്ട്രോവേർട്ടുകളായത് എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ന്യൂറോട്ടിസത്തിന്റെ കാര്യം പറഞ്ഞു. ന്യൂറോട്ടിസം എന്ന് പറഞ്ഞാൽ ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ എക്സ്പ്ലനേഷൻ എന്താണ്? നമ്മുടെ ബ്രെയിനിലെ ലിംബിക് സിസ്റ്റം അഥവാ വിസിരിയൽ പോർഷൻ, ആ ബ്രെയിന് അത് ഈ പറഞ്ഞ ഇൻട്രോവേർട്ടുകളായ ആൾക്കാരിൽ പൊതുവെ ഒരു മന്ദീഭവിച്ച അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്ട്രോങ് ആയി എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ ന്യൂറോട്ടിക് ആയ ആൾക്കാരിൽ ഈ ലിംബിക് സിസ്റ്റം ഭയങ്കര ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ചെറിയൊരു വിഷയം വരുമ്പോഴേക്കും അവർ ന്യൂറോട്ടിക് ആവും, അവർ ഡിപ്രസ്ഡ് ആവും, അല്ലെങ്കിൽ ബൈ ഹാപ്പി ആവും, അങ്ങനെ വരും. അതാണ് അതിന്റെ ബയോളജിക്കൽ ഡെഫിനിഷൻ. ഇനി ഈ സോഷ്യൽ കോഗ്നേറ്റീവ് തിയറി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബന്ദൂരയുടെ തിയറി മാത്രമാണോ ബാക്കിയുള്ള തിയറികളൊക്കെ എഴുതും? നോ ബന്ദൂരയുടെ തിയറിയിലെ പ്രധാന ഈ ചോദ്യം നല്ലോണം ശ്രദ്ധിക്കണം. അത് മുഴുവനായിട്ട് ചോദിച്ചത് അതല്ല, അതിൽ ഏത് സ്പെസിഫിക് ഭാഗമാണോ, അതല്ലേ ചിലപ്പോൾ കമ്പാരിസൺ ചോദിക്കും. ചോദ്യം നോക്കിയിട്ട് ആൻസർ ചെയ്യും. ഉദാഹരണം ബന്ദൂരയുടെ തിയറിയും പിന്നെ ജെയിൻ പിയാഷത്തിലില്ല, നമുക്ക് പഠിക്കാനില്ല. എന്താ പറയാ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാരൻ ഹോണി, അങ്ങനെ ചോദ്യം നോക്കിയിട്ട് വേണം എഴുതാൻ കേട്ടോ. ഓക്കെ, മൊത്തത്തിൽ എഴുതരുത്. അതില് മാർക്ക് നോക്കണം. ചിലപ്പോൾ 6 മാർക്കിനാണെങ്കിൽ ആ രീതിയിൽ എഴുതേണ്ടുള്ളൂ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഭാഗമായിരിക്കും ചോദിച്ചിട്ടുണ്ടാകുക, അത് മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. 10 മാർക്കിനാണെങ്കിൽ അതിൽ ഏകദേശം എല്ലാം ടച്ച് ചെയ്യേണ്ടി വരും. പക്ഷെ ചോദ്യത്തിലേക്ക് നോക്കണം. ചിലപ്പോൾ തിയറിയിലെ ഏതെങ്കിലും ഭാഗം സ്ട്രെസ് ചെയ്തിട്ടുണ്ടാവും, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ അവിടേക്ക് ഒരു 6 5 മാർക്കിനുള്ളൂ, ബാക്കി ജനറിക്കുമായിട്ട് എഴുതേണ്ടത്. ഓക്കെ, ഇനി പെൻ മോഡലിലെ പി എന്നത് അത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടില്ല. ആ പി എന്ന വേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഡയമെൻഷൻ റിലേറ്റഡ് തോട്ട്, മൈൻഡ്ഫുൾനെസ് ആൻഡ് ഇമ്പൾസ് കൺട്രോൾ. നമ്മുടെ ചിന്ത ഇമ്പൾസുമായി ബന്ധപ്പെട്ടാണ്. ഹൈ സൈക്കോട്ടിക് ആകുമ്പോൾ ഇവരെന്തായിരിക്കും? അഗ്രസീവ് ആയിരിക്കും, ഹോസ്റ്റൈൽ ആയിരിക്കും, ആന്റി സോഷ്യൽ ആയിരിക്കും, ഇമ്പൾസീവ് ആയിരിക്കും, ഇൻസെൻസിറ്റീവ്, അതേസി അങ്ങനെ ഒരു സെൻസിറ്റീവ്. മറ്റുള്ളവർക്ക് മറ്റവനെന്ത് ഫീൽ ചെയ്തു, മറ്റവനെന്ത് വിചാരിക്കും, അങ്ങനെയൊന്നും ചിന്തിക്കൂല ഈ സൈക്കോട്ടിക് ആയ ആൾക്കാർ. ലോ സൈക്കോട്ടിക് ആണെങ്കിലോ അത് എംപത്തറ്റിക് ആയിരിക്കും, പിന്നെ സോഷ്യലി റെസ്പോൺസിബിൾ ആയിരിക്കും, കോപ്പറേറ്റീവ് ആയിരിക്കും, കൺട്രോൾഡ് ആയിരിക്കും, ഇമോഷൻ അങ്ങനെ പ്രകടിപ്പിക്കില്ല. അതാണ് അതിന്റെ നേച്ചർ. അപ്പോ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ ഐസങ്കിന്റെ പേഴ്സണാലിറ്റി എന്താ പറയാ ആ ഒരു ടൂള് വെച്ചുകൊണ്ട് നമ്മള് പേഴ്സണാലിറ്റി അളന്നു കഴിഞ്ഞാൽ ഇതിൽപ്പെട്ട പിയിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആള് സൈക്കോട്ടിക് ആണ്. ഈ എന്ന പോർഷനിലാണ് കൂടുതൽ മാർക്ക് കിട്ടുന്നതെങ്കിൽ അവർ എക്സ്ട്രാവേർട്ടഡ് ആണ്. അതേസമയത്ത് എൻ പോർഷനിലാണെങ്കിൽ എന്തായിരിക്കും? അവർ ന്യൂറോട്ടിക് ആണെന്ന് മനസ്സിലാവും. ഇനി ന്യൂറോട്ടിക്കിന്റെ ഓരോരുത്തരുടെ സ്വഭാവങ്ങളുണ്ട്. ഇനി അതിന്റെ കാരണവും പറഞ്ഞു, എക്സ്ട്രാവേർഷന്റെ കാരണം പറഞ്ഞു, ന്യൂറോട്ടിക്കിന്റെ കാരണം പറഞ്ഞു, സൈക്കോട്ടിക്കിന്റെ കാരണം പറഞ്ഞു. അതിന്റെ ബയോളജിക്കൽ ബേസിസ്, കോസൽ ഫാക്ടർ ഐസങ്ക് പറഞ്ഞു വെച്ചാല് ഇത് നമ്മുടെ ഈ എന്താ പറയാ ഗൊണോഡൽ ഹോർമോൺ, അതായത് ടെസ്റ്റോസ്റ്ററോൺ, ആണുങ്ങളിലുള്ള ടെസ്റ്റോസ്റ്ററോണുമായി ബന്ധപ്പെട്ടാണ്. അല്ലെങ്കിൽ മാവോയിൻ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അത് ഇതേമാതിരി നമ്മളെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഹോർമോണാന്ന് വിചാരിച്ചാൽ മതി. ഇതിന്റെ ഏറ്റക്കുറച്ചിൽ ഇത് കൂടുകയാണെങ്കിൽ അവരെന്താ അഗ്രസീവ് ആയിരിക്കും. ടെസ്റ്റോസ്റ്ററോൺ കൂടുന്നതുകൊണ്ട് തന്നെ ഇനി പെണ്ണുങ്ങളിൽ തന്നെ ഇതൊരു അംശം കൂടുതലാണെങ്കിൽ ഒരു ആണുങ്ങളെ മാതിരി സംസാരിക്കാനും എല്ലാത്തിനും ഇറങ്ങിത്തിരിക്കാനും പ്രതികരിക്കാനും ഒരു കഴിവ് അവർക്കുണ്ടാവും. ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ബയോളജിക്കലി നമ്മൾ എന്തായിരിക്കും? ഒരു അഗ്രസീവ്നെസ് കാണിക്കും, അഥവാ അവർ സൈക്കോട്ടിക് ആയിരിക്കും. ഇത് കുറച്ച് കുറവാണെങ്കിൽ അവരൊരു ലോ ആയിരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. ഹൈ ടെസ്റ്റോസ്റ്ററോൺ ആൻഡ് ലോ മാവോ ആർ അസോസിയേറ്റഡ് വിത്ത് അഗ്രഷൻ. അപ്പോൾ മാവോ ലെവൽ കുറയുകയും ടെസ്റ്റോസ്റ്ററോൺ കൂടുകയുമാണെങ്കിൽ അവർ അഗ്രസീവ് ആയിരിക്കും, അവർ ഇമ്പൾസീവ് ആയിരിക്കും, ചെറിയ സ്പാർക്ക് കിട്ടുമ്പോഴേക്ക് തന്നെ പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. ആന്റി സോഷ്യൽ ടെൻഡൻസീസ്, മിക്കവാറും സമൂഹ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് ഒരു വശംവദനം. അപ്പൊ ഇങ്ങനത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാർ, ചുരുക്കി പറഞ്ഞാൽ ഈ 3 പേഴ്സണാലിറ്റിയുടെ വശങ്ങൾ പറഞ്ഞു, ഓരോന്നിന്റെയും വിശദീകരണം പറഞ്ഞു, അതിന്റെ ബയോളജിക്കൽ റീസണും പറഞ്ഞു. കാരണം ഇയാൾ മുഴുവൻ ഹെറിഡിറ്ററി ബേസ് ആയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ബയോളജിക്കലി ഡിറ്റർമൈൻഡ് ആണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അതിനാണ് എക്സ്പ്ലനേഷൻ കൊടുത്തത്. മിക്കവാറും ചോദ്യം വരാൻ സാധ്യതയുള്ളതാണത്. ഐസങ്ക് ബിലീവ്ഡ് ദാറ്റ് ദിസ് ഡയമെൻഷൻ ഹെൽപ്സ് എക്സ്പ്ലെയിൻ എക്സ്ട്രീം ബിഹേവിയർ. ഈ പറഞ്ഞ 3 ഡയമെൻഷൻസ്, എക്സ്ട്രീം ബിഹേവിയർ ഇൻക്ലൂഡിംഗ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഐസങ്കിന്റെ തിയറിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അത് ഓർത്തോജനിറ്റി പറഞ്ഞു, 3 പരസ്പര ബന്ധമില്ലാതെ 3 രീതിയിലാണ് കിടക്കുന്നത്. ബയോളജിക്കലി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ഈ പറഞ്ഞ ഇതിനെ. പിന്നെ പ്രെഡിക്റ്റബിലിറ്റി ഉണ്ട്, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഫ്യൂച്ചറിൽ ഇതാകും എന്ന് പറയുന്നുണ്ട്. പിന്നെ ട്രൈറ്റ് ബേസ്ഡ് അപ്രോച്ച് ആണ്, അതായത് ബയോളജിക്കലി ഡിഫൈൻഡ് ആണ് എങ്കിലും അവസാനം എന്തോന്നു ട്രൈറ്റിലേക്ക് എത്തുന്നു പറഞ്ഞല്ലോ. ഇങ്ങനെ ഒരു സ്പെസിഫിക് ഫാക്ടർ പിന്നെ വിട്ട് അവർ എക്സ്ട്രോവേർട്ടഡ് എന്ന ടൈപ്പിൽ പെടുന്നു, അല്ലെങ്കിൽ ന്യൂറോട്ടിക് എന്ന ടൈപ്പിൽ പെടുന്നു എന്ന് പറഞ്ഞു. ഇനി അടുത്തൊരു തിയറി, കാറ്റൽ
ട്രൈറ്റ് തിയറി കാറ്റഗറീസ്. ട്രൈറ്റ് തിയറിയിൽ വേറൊരു സൈക്കോളജിസ്റ്റ് ആണ് റൈമൺ ബി കാറ്റൽ. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത പോലെ ഞാൻ ചർച്ച ചെയ്തപ്പോൾ പേര് വന്നിട്ടുണ്ടോ? ഏതായാലും അമേരിക്കൻ സൈക്കോളജിസ്റ്റ് റൈമൺ ബി കാറ്റൽ. അദ്ദേഹത്തിന്റെ അടുത്ത് ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമനന്റ് പെർവേസീവ് ആണ്. പെർമനന്റ് ആണ്. പെർവേസീവ് എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും, അഥവാ ഇരുത്തത്തിലും വർത്തമാനത്തിലും പെരുമാറ്റത്തിലും പ്രതികരണത്തിലും ഒക്കെ കാണും. അതാണ് അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മുടെ പേഴ്സണാലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന, അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ജന്മസിദ്ധമായ അല്ലെങ്കിൽ ഒരു റിലേറ്റീവ്ലി പെർമനന്റ് ആയ നമ്മുടെ എല്ലാத்தைയും വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്പെസിഫിക് ഫാക്ടറാണ് ട്രൈറ്റ് എന്ന് പറയുന്നത്. ഇത് സ്റ്റേബിൾ പാറ്റേൺ ഓഫ് അത് ഉള്ളത് കൊണ്ട് തന്നെ എന്റെ ചിന്ത പലപ്പോഴും ഒരേ രീതിയിലായിരിക്കും, എന്റെ ഫീലിംഗ് പലപ്പോഴും ഒരേ രീതിയിലായിരിക്കും, എന്റെ ബിഹേവിയർ പലപ്പോഴും കാരണം എന്താണ്? ഈ ട്രൈറ്റ് അതിലുണ്ട്. അപ്പൊ ഈ ട്രൈറ്റുകളൊക്കെ ഉള്ളത് കൊണ്ട് ചിന്തയും പ്രവർത്തനവും ഫീലിംഗും ഒക്കെ ഒരേ രീതിയിലാവുന്നു. നേരെ മറിച്ച് മറ്റു ട്രൈറ്റുകൾ ഉള്ളത് കൊണ്ട് അയാൾ ആ രീതി ചിന്തിക്കുന്നു എന്നാണ് പറഞ്ഞു. ഫസ്റ്റ് ഐഡന്റിഫൈ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ്. അദ്ദേഹത്തിന്റെ തിയറിയിൽ അദ്ദേഹം കാര്യമായിട്ട് പറഞ്ഞു വെച്ചാൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുന്ന ബേസിക് റൂട്ട്, അതെന്താ പില്ലറുകൾ അല്ലെങ്കിൽ ബേസിക് സ്റ്റോണുകൾ ഏതൊക്കെയാണ്, ബ്ലോക്സുകൾ ഏതൊക്കെയാണ് കണ്ടെത്തിയിരുന്നു. അതിന് അദ്ദേഹം ഉപയോഗിച്ചൊരു മെത്തേഡ് ഫാക്ടോറിയൽ അനാലിസിസ് എന്ന് പറഞ്ഞ സാധനമാണ്. നിങ്ങൾ സ്റ്റാറ്റിയിൽ പഠിച്ചിട്ടുണ്ടാവും, പഠിക്കേണ്ടതാണ്. സിംഗിൾ അല്ലെങ്കിൽ ഫാക്ടോറിയൽ ഡിസൈൻ ഒക്കെ പറഞ്ഞ സാധനങ്ങൾ. അങ്ങനെ ലോകത്തുള്ള കുറേ സാധനങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് കുറെ സ്വഭാവത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അദ്ദേഹം ചെയ്തു ഒരു ഫാക്ടറിന്റെ കീഴിൽ കുറെ സാധനം, മറ്റൊരു ഫാക്ടറിന്റെ കുറെ സാധനം, മറ്റൊരു ഫാക്ടറിലേക്ക് സാധനം കൊണ്ടുവന്നു. അങ്ങനെ അദ്ദേഹം ചെയ്യുന്നു ട്രൈറ്റ് തരംതിരിക്കാൻ. സർഫേസ് ട്രൈറ്റ്, സോഴ്സ് ട്രൈറ്റ്, ഇങ്ങനെ രണ്ടായി തിരിക്കും. റൈമൺ ബി കാറ്റൽ ട്രൈറ്റ് എന്താക്കുന്നു? നമ്മുടെ പേഴ്സണാലിറ്റിയുടെ അടിസ്ഥാന ഘടകമായ, പേഴ്സണാലിറ്റി തീരുമാനിക്കുന്ന ഘടകമായ ഈ ട്രൈറ്റിനെ രണ്ടാക്കി തിരിക്കുന്നു. നമുക്ക് സർഫേസ് ട്രൈറ്റ് ഉണ്ട്, സോഴ്സ് ട്രൈറ്റ് ഉണ്ട്. സർഫേസ് ട്രൈറ്റ് എന്ന് പറഞ്ഞാല് ഒബ്സർവബിൾ ആയിരിക്കും, പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നതായിരിക്കും. അഥവാ മറ്റുള്ള ഒരാളുടെ പ്രവർത്തനം നോക്കിയിട്ട് അദ്ദേഹത്തിൽ നിന്നും പ്രകടമാവുന്ന കാര്യങ്ങൾ പെരിഫറലി കാണാൻ പറ്റുന്നതായിരിക്കും. അത് അടിസ്ഥാനിച്ച് ഇങ്ങനെയാണ് ദാറ്റ് അപ്പിയർ ഓൺ ദ സർഫേസ്, ദേ കം ഫ്രം മെനി. അങ്ങനെ ഒരാൾ ചെയ്യാൻ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു സാഹചര്യം ഉള്ളിന്റെ ഉള്ളിൽ ഒരു റൂട്ട് ഉണ്ടായിരിക്കും, ഒരു കാരണം ഉണ്ടായിരിക്കും. ആ കാരണമാണ് സോഴ്സ് ട്രൈറ്റ്. ഉദാഹരണം, ഞാനൊരു തേങ്ങ എടുത്ത് മണ്ണിലിട്ട് കഴിഞ്ഞാൽ ആ തേങ്ങ എന്ന ആ ഒരു വിത്താണ് അതിങ്ങനെ വലുതായി തെങ്ങുണ്ടാണ്. തെങ്ങ് നമ്മൾ കാണുള്ളൂ, അത് സർഫേസ്. പക്ഷെ ആ തെങ്ങ് വരാനുള്ള കാരണം അതിന്റെ ഉള്ളിലെ വിത്ത് എന്താണ്? തേങ്ങയാണ്. അവിടെ മാങ്ങ അണ്ടിയാണ് ഇട്ടതെങ്കിൽ എനിക്കൊരു മാവാണ് കിട്ടുന്നത്. അപ്പൊ സർഫേസ് തന്നെ പുറത്ത് കാണുന്നതും ഇങ്ങനെ കാണുന്ന ഒരു സാധനത്തിന് റൂട്ടായ ഒരു സാധനം ഉള്ളിലുണ്ട്, ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന അഥവാ അന്തർലീനമായി കിടക്കുന്ന കാരണഹേതു, അതാണ് റൂട്ട്, അതാണ് സോഴ്സ് ട്രൈറ്റ്. അപ്പൊ പുറത്ത് കാണുന്നതിന് എക്സാമ്പിൾ സോഷ്യബിലിറ്റി, ടോക്കാവിനെസ്, ആങ്ഷൈറ്റി, കോപ്പറേഷൻ, ഇതൊക്കെ പുറത്ത് കാണുന്നതാണ്. ആള് ഭയങ്കര സോഷ്യബിൾ ആണ്, ആള് ഭയങ്കര സംസാരപ്രിയനാണ്, ആള് ചെറിയ വിഷയങ്ങൾ വരുമ്പോഴേക്ക് തന്നെ ആകെ ഡിപ്രതാണ്, ആങ്ഷ്യസ് ആകുന്നുണ്ട്, അത് ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. ഇതൊക്കെ നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പെരുമാറുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന, പ്രത്യക്ഷത്തിൽ പ്രകടമാവുന്ന കാര്യങ്ങൾ. ഇതാണ് സർഫേസുകൾ. They are easy to observe but may change with situations മാറും, പക്ഷെ ഒബ്സർവബിൾ ആണത്. എന്നാൽ സോഴ്സ് ട്രൈറ്റ്, രണ്ടാമത്തെ ഒരു ട്രൈറ്റ്, ബേസിക് അണ്ടർലൈൻ പേഴ്സണാലിറ്റി സ്ട്രക്ചർ. ഇങ്ങനെ നിൽക്കുന്ന ഈ പേഴ്സണാലിറ്റി പ്രകടമായി നിൽക്കുന്നതിന്റെ ഉള്ളിൽ കാരണമായി കിടക്കുന്ന ഒരു സാധനമാണ്, അതാണ് സോഴ്സ് ട്രൈറ്റ്. ദേ ആർ ദ കോർ ട്രൈറ്റ്സ് ദാറ്റ് ക്രിയേറ്റ് ദ സർഫേസ് ബിഹേവിയർ. പ്രത്യക്ഷത്തിൽ ഇയാളെ ചിരിപ്പിക്കുന്നത് ഇയാൾ ഒരു നർമ്മപ്രിയനായതുകൊണ്ടാണ്, പ്രത്യക്ഷത്തിൽ ഇയാളെ കരയിപ്പിക്കുന്നത് ഇയാൾ എപ്പോഴും സങ്കടോചിതമായതുകൊണ്ട്. അങ്ങനെ പറയാം. ഇതിനെ ഈ സോഴ്സ് ട്രൈറ്റിനെ നമുക്ക് ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയാം. നമ്മുടെ പേഴ്സണാലിറ്റി ഉണ്ടാക്കുന്നതിന്റെ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്കുകളാണ് സോഴ്സ് ട്രൈറ്റ്. അങ്ങനെ അദ്ദേഹം ആയിരക്കണക്കിന് 4000 അല്ലെങ്കിൽ ട്രൈറ്റിനെ പല കാറ്റഗറി ആക്കി കൊണ്ടുവന്ന് ഒരു 32 കാറ്റഗറി ആക്കി അതിനെ വീണ്ടും ചുരുക്കി 16 ഐറ്റം ആക്കി. ഈ 16 ഐറ്റമാണ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ബിൽഡിംഗ് ബ്ലോക്കുകൾ അഥവാ സോഴ്സ് ട്രൈറ്റുകൾ എന്ന് പറയുന്നത്. ഈ സോഴ്സ് ട്രൈറ്റിൽ ഇതുണ്ടായത് കൊണ്ടാണ് ഇന്ന സർഫേസ് ട്രൈറ്റ്, ഇന്നതുള്ളത് കൊണ്ടാണ് ഇന്ന സർഫേസ് ട്രൈറ്റ് എന്നാണ് പറഞ്ഞുകൊണ്ട്. അപ്പൊ സോഴ്സ് ട്രൈറ്റ് അളക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ടൂൾ ഡെവലപ്പ് ചെയ്തു. അതിന്റെ പേരാണ് 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് എന്നുള്ളത്. നിങ്ങൾ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നത്. ആ ഒരു ഉദാഹരണം 16 PF എന്നുള്ള സാധനം ഞാൻ ഫില്ല് ചെയ്യുകയാണെങ്കിൽ 1600 ചോദ്യങ്ങൾ ഉണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ 50 ചോദ്യം ഉണ്ട് വിചാരിക്കുക. ആ ചോദ്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാറ്റഗറിയിലേക്ക് ആയിരിക്കും ചോദ്യങ്ങളുടെ ഒക്കെ സൂചനകൾ എത്തുന്നത്. ഏതനുസരിച്ചാണ് നമ്മുടെ പേഴ്സണാലിറ്റി ചെയ്യുന്നത്. പ്രൈമറി സോഴ്സസ് മെഷേർഡ് യൂസിങ്. അപ്പം ഈ 16 ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ഡീപ്പ് കൺസിസ്റ്റന്റ് പാറ്റേൺ ഓഫ് പേഴ്സണാലിറ്റി. എന്റെ പേഴ്സണാലിറ്റിയുടെ ഡീപ്പായ കൺസിസ്റ്റന്റ് ആയ റൂട്ട് കോസ് ഉണ്ട്. ഈ റൂട്ട് കോസുകളാണ് ഈ 16 ചോദിക്കപ്പെടുന്നതല്ലേ മനസ്സിലാവും. അപ്പോ
ട്രൈറ്റിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. എന്നിട്ട് ട്രൈറ്റ് ആണ് എല്ലാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ട്രൈറ്റ് രണ്ടെണ്ണം ഉണ്ട്, സർഫേസ് ഉണ്ട്, താമര പോലെ വെള്ളത്തിന് മുകളിൽ കിടക്കുന്നത്. എന്നാൽ അതിനെ അതാക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഒരു സോഴ്സ്, വേര്, നാരായ കുറ്റി ഒന്നുണ്ട്, അതാണ് സോഴ്സ് ട്രൈറ്റ്. സോഴ്സ് ട്രൈറ്റ് 16 ഉണ്ട്. അതിനുവേണ്ടി അത് അളക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ 16 PF ഡെവലപ്പ് ചെയ്തു. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു കാഴ്ചപ്പാട്, നമ്മുടെ ട്രൈറ്റുകൾ എങ്ങനെ ഉണ്ടാണ് ഒറിജിൻ. അങ്ങനെ വരുമ്പോൾ അതിനെ ട്രൈറ്റിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രൈറ്റ്, എൻവയോൺമെന്റൽ മോൾഡ് ട്രൈറ്റ്, രണ്ട് തരം ട്രൈറ്റ്. വേറെ ഇതിൽ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഉരുണ്ടിട്ടാണ്, ഇങ്ങനെ നോക്കിയപ്പോൾ നീളത്തിലാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒറിജിൻ, ട്രൈറ്റിന്റെ ഡെവലപ്മെന്റ് എവിടെ നിന്നാണെന്ന് നോക്കുമ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രൈറ്റും എൻവയോൺമെന്റൽ മോൾഡ് ട്രൈറ്റും. കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ, അതായത് ഇൻഹെറിറ്റഡ്, എനിക്ക് എന്റെ അച്ഛനിൽ നിന്നും എന്റെ അമ്മയിൽ നിന്നും എന്റെ പാരമ്പര്യത്തിലൂടെ കിട്ടിയ സാധനങ്ങൾ, നമ്മുടെ തൊലി നിറം അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്, ഇതൊക്കെ ബയോളജിക്കലി നമുക്ക് കിട്ടുന്നതാണ് അല്ലെ. അത് ഉദാഹരണം ലിങ്ക്ഡ് ജെനറ്റിക്സ്, ടെമ്പറാമെന്റ് ആൻഡ് ഫിസിയോളജിക്കൽ മെക്കാനിസം. നമ്മുടെ ഫിസിയോളജി നമ്മുടെ ശരീരപ്രകൃതി, ടെമ്പറാമെന്റ് പറഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ജെനറ്റിക്കലി കിട്ടുന്ന ചില സ്വഭാവ വിശേഷണങ്ങൾ, ജെനറ്റിക്സ്. ദേ ഷേപ്പ് നാച്ചുറൽ ടെൻഡൻസീസ് സച്ച് ആസ് ഇമോഷൻ, ക്രിയേറ്റ്, ഇതൊക്കെയാണ്. അപ്പോൾ ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രൈറ്റ്. അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗം എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രൈറ്റുകളാണ്. മറ്റൊന്ന് എൻവയോൺമെന്റൽ മോൾഡ് ട്രൈറ്റ്, സാഹചര്യത്തിലൂടെ സന്ദർഭത്തിലൂടെ ഉണ്ടായി വരുന്നത്. ഉദാഹരണം നല്ലൊരു എന്താ പറയാ, വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന, സൗഹൃദത്തോടെ ജീവിക്കുന്ന, കളിച്ച് രസിച്ച് സന്തോഷം പങ്കിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലാണ് കുട്ടി വരുന്നതെങ്കിൽ, നല്ലൊരു പൂന്തോട്ടത്തിലാണ് ആ പൂവുള്ളതെന്ന് പറയും, അത് ആ കുട്ടി ഉഷാറായി വരും. നേരെ മറിച്ച് എപ്പോഴും അടിയും പിടിയും കച്ചറയും ഉന്തും തള്ളും പരിഹാസവും അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കുട്ടി വരുന്നെങ്കിൽ ആ കുട്ടിയിൽ അത് കാണും. എൻവയോൺമെന്റലി മോൾഡാണ്. അപ്പൊ എൻവയോൺമെന്റ് മോഡ് എന്ന് പറഞ്ഞാൽ ഷേപ്ഡ് ബൈ ലേണിംഗ്, കൾച്ചർ, ഫാമിലി, സോഷ്യൽ എക്സ്പീരിയൻസ്. പലപ്പോഴും ജനിക്കുന്ന കുഞ്ഞ് രാജകുമാരനാണ്, പക്ഷെ കള്ളനാകുന്നതും പോലീസുകാരനാവുന്നതും അല്ലെങ്കിൽ വൃത്തികെട്ടവനാവുന്നതും ഏറ്റവും നല്ല മാലാഖയാവുന്നതും സാഹചര്യം കൊണ്ടാണ്. അപ്പൊ അങ്ങനെ സാഹചര്യത്തിലാണ് പല പേഴ്സണാലിറ്റിയും തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് എൻവയോൺമെന്റൽ മോഡ്, എൻവയോൺമെന്റ് ആൻഡ് റെപ്രസെന്റഡ് ആണ്. ഇനി ട്രൈറ്റ് രണ്ടായി തിരിച്ചു. എങ്ങനെ? സർഫേസ്, സോഴ്സ്. മറ്റൊരു രീതിയിൽ അതിന്റെ ഒറിജിൻ വെച്ച് നോക്കുമ്പോ പറയൂ, എൻവയോൺമെന്റൽ മോൾഡ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ രണ്ടായി തിരിച്ചു. ഇനി അതിന്റെ ഫംഗ്ഷൻ വെച്ച് നമ്മുടെ ട്രൈറ്റിന്റെ ഫംഗ്ഷൻ, എന്ത് ഫംഗ്ഷൻ ആണ് അത് ചെയ്യുന്നത് പേഴ്സണാലിറ്റിയിൽ, ആ രീതിയിൽ നോക്കുമ്പോൾ ട്രൈറ്റിനെ മൂന്നായി തിരിക്കാം. എബിലിറ്റി ട്രൈറ്റ്, ടെമ്പറാമെന്റ് ട്രൈറ്റ്, ഡൈനാമിക് ട്രൈറ്റ്. റൈമണ്ട് ബിക്കാറ്റിന്റെ ക്ലാസിഫിക്കേഷൻ കൃത്യമായി മനസ്സിലാക്കണം. ബേസിക്കലി രണ്ടാക്കി, പിന്നെ അതിന്റെ ഒറിജിൻ എവിടുന്നാ നോക്കിയിട്ട് രണ്ടാക്കി, അതിന്റെ ഫംഗ്ഷൻ നോക്കിയിട്ട് വീണ്ടും മൂന്നാക്കുകയാണ്. ഫംഗ്ഷൻ നോക്കുമ്പോൾ എബിലിറ്റി ട്രൈറ്റുകളുണ്ട്, ടെമ്പറാമെന്റ് ട്രൈറ്റുകളുണ്ട്, ഡൈനാമിക് ട്രൈറ്റുകളുണ്ട്. എബിലിറ്റി ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്കില്ല് ലെവലൊക്കെ തീരുമാനിക്കുന്നത്. ഉദാഹരണം, ഒരു പബ്ലിക് സ്പീക്കിനുള്ള അല്ലെങ്കിൽ പെർഫോമൻസിനുള്ള അല്ലെങ്കിൽ പ്രോബ്ലം, അപ്പൊ അതൊരു സ്കില്ലാണ് അല്ലെ, ഇന്റലിജൻസ് ആണ് അതിന്റെ പിന്നിൽ. അപ്പോ നമ്മുടെ പല മേഖലയിലും നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ എബിലിറ്റി, നമ്മുടെ സ്കില്ല്, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ തീരുമാനിക്കുന്നത് അത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ചില ഘടകങ്ങൾ. എക്സാമ്പിൾ ഒരു ഇന്റലിജൻസ് എന്നുള്ളത് നമ്മുടെ എബിലിറ്റി. ഇപ്പൊ മാത്തമാറ്റിക്കൽ, ന്യൂമറിക്കൽ, ലോജിക്കൽ കാര്യങ്ങളിലൊക്കെ വലിയ ഹെൽപ്പ് ഉണ്ടാവും ഈ ഇന്റലിജൻസ് ഉണ്ടാവുമ്പോൾ. ഇത് കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലകളൊക്കെ നമ്മൾ പിന്നാക്കമാകും. ഇപ്പൊ ഇന്റലിജൻസ് പോലെ നമ്മുടെ എബിലിറ്റി തീരുമാനിക്കുന്ന ചില ട്രൈറ്റുകളുണ്ട്, അതിനെ എബിലിറ്റി ട്രൈറ്റ് എന്ന് പറയും. എന്നാൽ മറ്റൊന്ന് ടെമ്പറാമെന്റ്. ടെമ്പറാമെന്റ് എന്ന് പറഞ്ഞാൽ ഹൗ ദ പേഴ്സൺ ബിഹേവ്സ്, അതായത് ഇമോഷണൽ ഭാഗങ്ങൾ, അതായത് നമ്മുടെ സ്റ്റൈല്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്, ചിലപ്പോൾ ചില ആൾക്കാരെ മൂക്കത്ത് കൈ വെച്ചാലും ചിലപ്പോൾ ദേഷ്യം പിടിക്കൂല, ചില ആളെ കൈ ചൂടുമ്പോഴേക്ക് ദേഷ്യം പിടിക്കും. അത് അവന്റെ ടെമ്പറാമെന്റ് ആണ്. നമ്മുടെ പേഴ്സണാലിറ്റിയെ തീരുമാനിക്കുന്ന മറ്റൊരു ഘടകമാണ് ടെമ്പറാമെന്റ്. അതായത് നമ്മുടെ മൂഡിനെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഇമോഷണലിനെയൊക്കെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സൈറ്റബിലിറ്റി, മൂഡിൽനെസ്, കാംനെസ്. വളരെ ശാന്തരായിരിക്കും ചിലവര്, നാലോട്ടം തോണ്ടിയാലും പ്രതികരിക്കുന്നില്ല. ചിലവര് തോണ്ടണ്ട, അടുത്ത് വീഴുമ്പോഴേക്ക് തന്നെ ചിലപ്പോൾ ചൂടാകും. അവിടെ കാമായിരിക്കില്ല, അവര് എന്തായിരിക്കും ഭയങ്കര പൊട്ടിത്തെറിക്കുന്നതായിരിക്കും. അപ്പൊ എന്താ പറയാ, ഹൗ എങ്ങനെയാ ഒരാൾ എങ്ങനെ പെരുമാറുന്നു എന്ന ഹൗ ആസ്പെക്ട് ആണ്, ബിഹേവിയറിന്റെ ഹൗ ആസ്പെക്ട് ആണ് ടെമ്പറാമെന്റ് കിടക്കുന്നത്. പിന്നെ വരുന്നത് ഡൈനാമിക് ട്രൈറ്റ്സ്. ഡൈനാമിക് ട്രൈറ്റ്സ് എന്ന് പറഞ്ഞാല് ഇതന്നെ മോട്ടിവേഷനുമായി ബന്ധപ്പെട്ടതും ഏർജ് ആയിട്ടും വൈ ഇതൊക്കെ പെടുന്നുണ്ട്. ആ രീതിയിലാണ് അതിന് കാണേണ്ടത്. ഉദാഹരണം, നമ്മുടെ മോട്ടിവേഷൻ, ഗോൾ, ഡ്രൈവ് ഇതുമായി ബന്ധപ്പെട്ട. അപ്പോ ഡൈനാമിക് ട്രൈറ്റ് എന്ന് പറയുമ്പോൾ
ഞാനിപ്പോ നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തിനാണ് അത് ചെയ്യുന്നത്, എന്താണ് അതിന്റെ ചേതോവികാരം എന്ന് പറയില്ല, വൈ യു ഹാവ് ഡിഡ് ഇറ്റ്. അപ്പൊ വൈ എന്ന ചോദ്യത്തിന് ആൻസറായി വരുന്നതാണ് മിക്കവാറും നമ്മുടെ ഈ പറഞ്ഞ ഡൈനാമിക് ട്രൈറ്റുകൾ. അത് തന്നെ രണ്ട് തരത്തിലുണ്ട്, ഏർജുകളുണ്ട്, പിന്നെ ആറ്റിറ്റ്യൂഡുകളുണ്ട്. ഇങ്ങനെയുള്ളത് ഏർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനേറ്റ് ഡ്രൈവ്സ്, അത് ഉള്ളിന്റെ ഉള്ളിൽ ജന്മനാ ഉള്ള നമ്മുടെ ബയോളജിക്കലായ ആവശ്യങ്ങൾ. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു, ഇതൊരു ഇനേറ്റ് ആണ്. ലൈംഗികമായ ചില ആസക്തികള്, അപ്രിഷിയേഷന് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏർജുകൾ എന്നാണ്. അതേസമയം നമ്മൾ പഠിച്ചെടുക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, സെന്റിമെന്റ്സ്. പഠിച്ചെടുക്കുന്നത്, സമൂഹത്തിൽ നിന്ന് നേടിയെടുക്കുന്നത്, ജനിച്ചപ്പല്ല പക്ഷെ പഠിച്ചെടുത്തതാണ്. ലജ്ജ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ പഠിച്ചെടുക്കുന്നതാണ്. ധൈര്യം എന്നത് പഠിച്ചെടുക്കുന്നതാണ്. അപ്പൊ അത് ലേൺഡ് ആറ്റിറ്റ്യൂഡാണ്. പിന്നെ ഇതാണ് ഈ പറഞ്ഞ ഡൈനാമിക് ട്രൈറ്റുകൾ, ആറ്റിറ്റ്യൂഡുകളാണ് നമ്മൾ ഒരാൾ എന്തിന് പെരുമാറുന്നു എന്നൊക്കെ തീരുമാനിക്കുന്നത്. വൈ എന്ന ആസ്പെക്ട്. അപ്പൊ ഹൗ എന്ന ആസ്പെക്ട് ആണ് ടെമ്പറാമെന്റ്, വൈ എന്ന ആസ്പെക്ട് ആണ് ആറ്റിറ്റ്യൂഡിനെ തീരുമാനിക്കുന്നത്. ചുരുക്കി പറഞ്ഞ റൈമണ്ട് ബി കാറ്റലിന്റെ തിയറി എന്ന് പറഞ്ഞാല് അദ്ദേഹം ട്രൈറ്റിനാണ് പ്രാധാന്യം കൊടുത്തത്, ടൈപ്പിനല്ല, ഹെറിഡിറ്റിക്കല്ല. മറിച്ച് നമ്മളെ പേഴ്സണാലിറ്റി തീരുമാനിക്കപ്പെടുന്ന ചില പ്രത്യേക ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളാണ് പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. ഇതിനെ രണ്ടായി തിരിച്ചു, പിന്നെ സോഴ്സ് വെച്ച് രണ്ടായി തിരിച്ചു, പിന്നെ അതിന്റെ ഫംഗ്ഷൻ വെച്ചുകൊണ്ട് മൂന്നാക്കി തിരിച്ചു. ഇങ്ങനെ പലതരത്തിൽ പേഴ്സണാലിറ്റിയെ ഡിഫൈൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത തിയറിയാണ്. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു കൊണ്ടുവന്ന ഒരു ടൂളാണ്, ഡെവലപ്പ് ചെയ്ത ടൂളാണ് 16PF എന്നത്. ഇതിൽ ഡീറ്റെയിൽ നമുക്ക് ഈ വർഷം പഠിക്കാൻ, അടുത്ത വർഷം ഉണ്ട്. അടുത്ത ചോദ്യം, സ്ട്രക്ചറൽ മോഡൽ. നമുക്ക് എനിക്കൊന്ന് രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ട് ഒന്നാന്ന് തോന്നുന്നു. സ്ട്രക്ചർ, ഫ്രൂയിഡിന്റെ തിയറിയൊക്കെ. ഫ്രൂയിഡിന്റെ തിയറിയിൽ സ്ട്രക്ചർ മോഡൽ ആൻഡ് ഡിഫൻസ് മെക്കാനിസം, അതിനെ കുറിച്ച് ചോദിക്കണം. ആറാമത്തെ ചോദ്യം. അപ്പൊ മിക്കവാറും 6 മാർക്കിന് വരിക. ആദ്യം 4 ചോദ്യമായിരിക്കും 10 മാർക്കിന് ഉണ്ടാകുക. പിന്നീട് വരുന്ന 9 വരെയുള്ള ചോദ്യങ്ങൾ 6 മാർക്കിന് ഉണ്ടാകുക. സ്ട്രക്ചർ മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫ്രൂയിഡിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഡീറ്റെയിൽ നമ്മൾ പോകുന്നില്ല. പേഴ്സണാലിറ്റിയെ 3 തട്ടിലായി തിരിക്കുന്ന ഈ ഒരു തിയറിയാണ് ട്രൈപാർട്ട് മോഡൽ. ട്രൈപാർട്ടി, അതായത് പേഴ്സണാലിറ്റി 3 വശങ്ങൾ. കോഴിമുട്ടയുടെ അകത്തേക്ക് നോക്കിയാൽ 2 കാണൂലേ, ഒരു മഞ്ഞയും വെള്ളയും 2. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി എടുത്തു കഴിഞ്ഞാൽ 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഇത്, പിന്നെ ഇത്, പിന്നെ ഇത് ഈഗോ, സൂപ്പർ ഈഗോ. ഇതെന്ന് പറഞ്ഞാല് എന്താ പറയാ, അൺകോൺഷ്യസ് ആയിട്ടുള്ളതാണ്. അതൊരു പ്രഷർ പ്രിൻസിപ്പിൾ ആണ്. മിക്കപ്പോഴും എന്താണ്, ചുറ്റുഭാഗവും മറ്റുള്ളൊന്നും നോക്കില്ല, എനിക്ക് സാറ്റിസ്ഫൈ ആണ്. ചെറിയ കുട്ടികളെ പോലെയുള്ളതാണ്, ഇൻസ്റ്റന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അത് ഇൻസ്റ്റിങ്ക്റ്റിലൂടെയും അഗ്രഷൻ ലിബിഡോയിലൂടെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ചുറ്റുപാടും സാഹചര്യവും മറ്റുള്ളവർ അതൊന്നുമില്ല, കാര്യം സാറ്റിസ്ഫൈ ചെയ്യണം. ചെറിയ കുട്ടികളെ പോലെ പെരുമാറുന്ന അങ്ങനത്തെ ഒരു വശമാണ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ. അതിനെ ഇത് എന്ന് പറയുന്നു. ഈഗോ എന്ന് പറയുമ്പോൾ റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. അതായത് ഇതിന്റെ അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യില്ല, കാര്യ സാക്ഷാത്കാരത്തിന് വേണ്ടി ഒന്നും ശ്രമിക്കില്ല. അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മൂന്നാമത്തെ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞത്. ഭയങ്കര എന്താ പറയാ, മൊറാലിറ്റിയും കൺട്രോളും പാരന്റ്സും ഒക്കെ സമൂഹത്തിൽ നിന്ന് കുറെ കേട്ട് അനുഭവിച്ച് പഠിച്ചെടുത്ത കുറെ സാധനങ്ങൾ, തത്വങ്ങളും വാല്യൂസ് ഒക്കെ ഉള്ള സൂപ്പർ ഈഗോ. ഈ സൂപ്പർ ഈഗോയും ഇഡും തമ്മിൽ എപ്പോഴും ഫൈറ്റിലായിരിക്കും. ഈ ഫൈറ്റ് പരിഹരിക്കാൻ വേണ്ടി അതിന്റെ ഇടയിൽ മധ്യസ്ഥം വഹിക്കുന്ന പണിയാണ് ഈഗോക്കുള്ളത്, അതായത് റിയാലിറ്റി പ്രിൻസിപ്പിൾ. അപ്പൊ ചെറിയ കുട്ടിയായ ഇതിന് എന്ത് ചെയ്യണം, ഒരു മിഠായി തിന്നുന്നുണ്ട്. സൂപ്പർ ഈഗോ, നിനക്ക് ഷുഗർ ഉണ്ട്, അതുണ്ട്, ആനയാണ് തേനയാണ്, അങ്ങനെ തിന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, അങ്ങനെയാവും. അവിടെ പറയും ഓക്കെ, എന്നാ പിന്നെ ഒരു ചെറിയ പീസ്, തൽക്കാലം ചെറിയ പീസ് എടുത്തിട്ട് ഇപ്പൊ തിന്നു, ഇനി നാളെ മറ്റന്നാൾ തിന്നണ്ട എന്ന് ഈഗോ എന്ത് ചെയ്യുന്നു, ഇടയ്ക്കൊരു ഡിഫൻസ് മെക്കാനിസം ഉപയോഗിച്ചിട്ട് നമ്മളെ പേഴ്സണാലിറ്റിയെ തണുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇങ്ങനെ നമുക്ക് പലപ്പോഴും പല രീതിയിലും മൃഗങ്ങളെ പോലെ പെരുമാറാനും പ്രവർത്തിക്കാനും തോന്നുന്ന ഒരു ഭാഗമുണ്ട്, അതാണ് ഇത്. എന്നാൽ ഭയങ്കര മാലാകെ പോയി ഭയങ്കര നിയന്ത്രണവും നിർദ്ദേശങ്ങളും മൊറാലിറ്റി പ്രിൻസിപ്പിളായിട്ട് ഭയങ്കര ഒരു വരണ്ട സ്വഭാവം നമ്മളിലുണ്ട്, അതാണ് സൂപ്പർ ഈഗോ. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു പച്ചപ്പിന് വേണ്ടിയിട്ട് കെണിഞ്ഞു ശ്രമിക്കുന്ന നല്ലൊരു വശമാണ് ഈഗോ എന്നുള്ളത്. ഈഗോ ഓവറായാലും പ്രശ്നമാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരില്ലാന്ന് ഇത് പറയുന്നു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര് ഭയങ്കര ചിട്ടീകരണം, 25,000 ശമ്പളം കിട്ടണമെങ്കിൽ 5,000 ഇതിലപ്പുറത്തേക്ക് ഒരു കാര്യം അവർ സ്വീകരിക്കാൻ റെഡിയല്ല. കാരണം വന്നു കഴിഞ്ഞാൽ അടുത്ത മാസം ഇവിടുന്ന് കിട്ടും. ഗൾഫുകാർക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, അവര് ഭയങ്കര ഇതിന്റെ ആൾക്കാർ. നാട്ടിലാണെങ്കിലോ പോട്ടെ, ഇത് ഈഗോ, സൂപ്പർ ഈഗോ. ഇപ്പൊ ഇതും സൂപ്പർ ഈഗോയും എപ്പോഴും ഫൈറ്റിലായിരിക്കും എന്നല്ലേ, അല്ലെങ്കിൽ എപ്പോഴും ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഈ ഭാഗം ശ്രമിക്കുമ്പോൾ അതിനെ തടുക്കുകയും എപ്പോഴും മരവിച്ച സ്വഭാവമായിട്ട് സൂപ്പർ ഈഗോ നിൽക്കുമ്പോൾ അതിന്റെ ഇടയിൽ രമ്യമായി പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഈഗോ നിൽക്കുന്നു. ആ ഈഗോ പരിഹാരം കണ്ടെത്തുന്ന രീതിയാണ് ഡിഫൻസ് മെക്കാനിസം. നമ്മൾ അറിഞ്ഞും അറിയാതെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇങ്ങനെ സോൾവ് ചെയ്യും. ആ ഡിഫൻസ് മെക്കാനിസം 12 നമ്മൾ മെറ്റീരിയൽ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട 1-2 ചോദിക്കുന്നു. ഒന്ന് എന്താണ്, ഡിനയൽ എന്നത്.
ഡിനയൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവേ ഇല്ല എന്ന് വിചാരിക്കുക അല്ലേ. ചിലപ്പോൾ ക്യാൻസറിന്റെ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഷുഗർ എന്തെങ്കിലും കുഴപ്പം ഷുഗറിന്റെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ പഞ്ചസാര എന്നിട്ട് എത്ര ആൾക്കാർ അവിടെ മരിച്ചത്, അങ്ങനെ വരട്ടെ അങ്ങനെ പറഞ്ഞിട്ട് പൂർണ്ണമായിട്ടും എന്താ പറയാ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ ഭാഗം തന്നെ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ഡിനയൽ. അത് നമ്മുടെ ഈഗോ ഡെവലപ്പ് ചെയ്യുന്നതാണ്, അതായത് തൽക്കാലം പരിഹാരം കണ്ടെത്താൻ വേണ്ടി. മറ്റൊന്ന് ഡിസ്പ്ലേസ്മെന്റ്. നമ്മുടെ വികാരങ്ങൾ പലപ്പോഴും അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ നമ്മളിന്ന് മറ്റിലേക്ക് തള്ളിയത്. ഉദാഹരണം, ഓഫീസിലൊക്കെ ബോസിന്റെ അടുന്നൊക്കെ ചീത്ത കേട്ട് ഓഫീസിൽ നിന്ന് മടങ്ങി വരുന്ന ഭർത്താവ് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ അത് തീർക്കല് ഭാര്യയോടേക്കും അല്ലെ. അപ്പൊ അവിടെയുള്ള പ്രതികരിക്കാൻ പറ്റില്ല, ബോസിനോടൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ പല്ലാണ്ടെന്ന് ഈ കിട്ടിയ പെണ്ണോ നേരെ അപ്പുറത്ത് മകൾക്കൊന്നു കൊടുക്കും, തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മകൾ എന്ത് ചെയ്യും, പൂച്ചക്കുട്ടി. അങ്ങനെ നമ്മുടെ എന്താവും ഡിസ്പ്ലേസ് ചെയ്യും നമ്മൾ അറിയാതെ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് ഇയാൾ പറഞ്ഞു. അത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. അടുത്തൊരു പോയിന്റ്, അബ്രഹാം എച്ച് മാസ്ലോ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. ഈ സ്പീഡിൽ പോയിക്കൂടെ? ഓക്കെ അല്ലേ? ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞേക്കുന്ന ഇത്ര മാത്രമേ വരുന്നുള്ളൂ, അതോ വേറെ ഉണ്ടോ ഇനി? ഉണ്ട്. ഡിഫൻസ് മെക്കാനിസം കുറെ പറഞ്ഞിട്ടുണ്ട് നമ്മള്. ജസ്റ്റിഫിക്കേഷൻ, റാഷണലൈസേഷൻ. ഇത് 6 മാർക്കിന് ചോദിച്ച ചോദ്യം ആയതുകൊണ്ടാണ് കൂടുതൽ എഴുതാറുന്നത്. ഓക്കെ, റാഷണലൈസേഷൻ തുടങ്ങുന്ന കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മളെല്ലാത്തിനും യുക്തിഭദ്രമായിട്ട് കാര്യങ്ങൾ കണ്ടെത്തുന്ന രീതിയുണ്ട്. അതാണ് റാഷണലൈസേഷൻ. അടുത്തത് അബ്രഹാം എച്ച് മാസ്ലോയുടെ തിയറിയാണ്. അബ്രഹാം എച്ച് മാസ്ലോ എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റേറിയൻ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ സൈക്കോളജിയിൽപ്പെട്ടാണ് ഹ്യൂമാനിസം. അതായത് ഓരോ നമ്മൾ നേരത്തെ പറഞ്ഞ വരും കാൾ റോജേഴ്സ് ഒക്കെ പെട്ടാണ്. മനുഷ്യന് കേവലം മൃഗങ്ങളെ പോലെയല്ല, എന്നാൽ ഫുള്ള് എൻവയോൺമെന്റ് ഒന്നും അല്ല, മറിച്ച് നമുക്ക് സ്വന്തമായ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യൻ എപ്പോഴും ഒരു സെൽഫ് ആക്ച്വലൈസേഷന് വേണ്ടി ശ്രമിച്ചു. ഗ്രോത്ത് മൈൻഡ് ഉണ്ട്, മെന്റാലിറ്റി ഉണ്ട് മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു തിയറിയാണ് ഹ്യൂമാനിറ്റേറിയൻ സൈക്കോളജി. അതിന്റെ ഒരു ഹെഡാണ് അല്ലെങ്കിൽ പിതാവ് എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് അബ്രഹാം എച്ച് മാസ്ലോ. അദ്ദേഹം മനുഷ്യന്റെ ആവശ്യങ്ങളെ, നീഡ്സിനെ പല തട്ടുകളായി തിരിച്ചിട്ടുണ്ട്. 7 or 5 തട്ടുകളായിട്ട്. ഇപ്പോൾ ഒന്നാമത്തേത് ഇത്, പിന്നെ അത് ഒരു പിരമിഡ് രൂപത്തിൽ നിങ്ങൾ മെറ്റീരിയൽ കാണും, അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചാൽ മതി ഹ്യൂമൻ നീഡ്സ്, ഹയറാർക്കി ഓഫ് ഹ്യൂമൻ നീഡ്സ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ഈ നീഡുകളെ ആദ്യത്തെ 4 എണ്ണം ഇത് ഉണ്ടായാൽ മാത്രമേ മനുഷ്യന് സംതൃപ്തിയാകുള്ളൂ. അങ്ങനത്തെ ഒരു നീഡ്, അഥവാ ഇല്ലെങ്കിൽ മനുഷ്യന് ഭയങ്കരതാണ് ഡെഫിഷ്യൻസി കാരണം മനുഷ്യനാകെ പ്രശ്നം. അപ്പൊ അത് ഉണ്ടാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഉണ്ടായി കഴിഞ്ഞാലോ സംതൃപ്തിയാവും ചെയ്യും. അങ്ങനത്തെ അതാണ് ഡെഫിഷ്യൻസി നീഡ്സ്. ഓക്കെ, ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഡി നീഡ്സ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാല് ഗ്രോത്ത് നീഡ്സ്. ഗ്രോത്ത് നീഡ്സ് പറഞ്ഞാല് ഇല്ല എന്നതിന്റെ വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇനി ഉണ്ടായാലും പൂതി തീരൂല, കൂടുതൽ ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭാഗം. ഇതാണ് ഗ്രോത്ത് നീഡ്സ് പറയാം നമുക്ക്. അദ്ദേഹം മനുഷ്യന്റെ ആവശ്യങ്ങളെ, നീഡ്സിനെ ഒരു ഇങ്ങനെ ഹൈറാർക്കിക്കലി തിരിച്ച് ഏറ്റവും ബേസിക് ആയ സാധനം പറയുന്നുണ്ട്. അതിന്റെ പേരെന്താണ്? ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയും. ഫിസിയോളജിക്കൽ, ഉദാഹരണം മനുഷ്യരായ നമുക്കൊക്കെ ബയോളജിക്കലായ ഫിസിയോളജിക്കലായ നീഡ്സ് ഉണ്ട്. അഥവാ ജീവിക്കണമെങ്കിൽ വായു വേണം, വെള്ളം വേണം, ഭക്ഷണം വേണം, അല്ലെ? ഇത് ബയോളജിക്കലാണ്. ഇതില്ലെങ്കിൽ നമ്മൾ മരിച്ചു. ഇത് നമ്മുടെ ഒരു നീഡാണ്, ബയോളജിക്കൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡാണ്. ഇത് കിട്ടിയാലോ പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പൊ പിന്നെ അടുത്ത് നോക്കും. അതാണ് സേഫ്റ്റി, രണ്ടാമത്തെ ഘട്ടം. സേഫ്റ്റി നീഡ് എന്ന് പറഞ്ഞാല് കുട്ടിക്ക് പാലും വെള്ളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങാൻ അച്ഛന്റെ അടുത്ത് അല്ലെങ്കിൽ അമ്മന്റെ അടുത്ത് നല്ലൊരു ഷെൽട്ടർ, ഒരു വീട്, പുതപ്പൊക്കെ വേണം, അല്ലെ? രണ്ടാമത്തും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തേലേക്ക് പോകും, ബിലോങ്ങിങ് നീഡ്സ്, ലവ്, കെയർ, അഫെക്ഷൻ ഒക്കെ. അപ്പോഴാണ് കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്ത, മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്ത, സ്നേഹവും വാത്സല്യവും കെയറിങ്ങും പ്രൊട്ടക്ഷനും ഒക്കെ ആവശ്യം വരുന്നു. ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം, PG ഒക്കെ വേണം, മറ്റൊക്കെ വേണം, ഒരു ഡോക്ടറെ കാണുന്ന ഒരു എസ്റ്റീം, സെൽഫ് എസ്റ്റീം നീഡ്. അത് കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് ചിന്തില്ല. പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ, എന്തൊക്കെയോ ചെയ്തതായിട്ട് ഇവിടുന്ന് പോകുമ്പോൾ ഒരു സിഗ്നേച്ചർ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പോകണം എന്നൊക്കെ ഉള്ള ചിന്ത. അതാണ് ഹയർ ലെവലിലുള്ളത്. അപ്പൊ മനുഷ്യന്റെ നീഡുകളെ ഹൈറാർക്കിക്കലി ഓർഗനൈസ് ചെയ്ത് അദ്ദേഹം പറയുന്നത് ആദ്യത്തെ സാധനം ബേസിക് നീഡ്, ബയോളജിക്കലായ ഫിസിയോളജിക്കൽ നീഡായി സാധനങ്ങൾ മീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, അത് ഡെഫിഷ്യന്റ് ആണ് എങ്കിൽ മനുഷ്യനായി തന്നെ കൊടുക്കും. അത് കിട്ടിയാൽ മാത്രം, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് ചിന്തയില്ല, പിന്നെ അടുത്തേക്ക് ചാടും. ഇപ്പൊ ഫലസ്തീനിലെ മക്കളെ കുറിച്ച് അവർക്ക് PG or PhD ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അവരിപ്പോ കുടിക്കാൻ വെള്ളം മറ്റൊക്കെ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ എന്തായിരിക്കും? ഒരു വീടിനെ കുറിച്ച് ചിന്തിക്കും. നമ്മള് വണ്ടിക്ക് ബസ്സിനൊക്കെ കാത്തിക്കുമ്പോ പറഞ്ഞല്ലോ, എന്റെ ഒക്കെ ചെറുപ്പകാലത്ത് തന്നെ റോട്ടിൽ ബസ്സിന് കാത്തിക്കുമ്പോൾ ഒരു വണ്ടി നിർത്തിയാൽ മതിയായിരുന്നു, എങ്ങനെയെങ്കിലും ചാടി കയറിയാൽ മതിയായിരുന്നു. സ്കൂളിലൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് തന്നെയല്ലേ, നിർത്തി കഴിഞ്ഞാൽ ഒന്നൊരു കാലം വെക്കാൻ മതി. കുറച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കാലൊക്കെ നിവർത്തിയിരിക്കാനുള്ള സൗകര്യം, പിന്നെ ഒരു ഇരിക്കാൻ, ഇരുന്ന് കഴിഞ്ഞാലോ ചെരിഞ്ഞിരിക്കാൻ, പിന്നെ ഒന്ന് ഉറങ്ങാൻ, ഇങ്ങനെ പോകുക. നമ്മൾ നീട് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ തീരില്ല.
അപ്പോ ഇതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ആദ്യത്തെ 4 ഇതെന്താണ്? ഡെഫിഷ്യൻസി നീഡാണ്. ഇല്ല എന്നതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. കിട്ടുന്നതോടുകൂടെ അതിനെക്കുറിച്ചുള്ള ചിന്ത മാറുന്നു. പിന്നെ മനുഷ്യൻ നട്ടിയിലേക്ക് നീങ്ങുന്നു. അത് കിട്ടിക്കഴിഞ്ഞാലോ അടുത്തയിലേക്ക് നീങ്ങുന്നു. ഇങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലെത്തത് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന സാധനം. അത് ഗ്രോത്ത് നീഡാണ്. അത് ഉണ്ടാകാൻ വേണ്ടിയല്ല, പിന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനുഷ്യന്റെ ഒരു ജീവിതത്തിന്റെ പൂർണ്ണ അർത്ഥം കിട്ടാൻ, ഒരു വെൽബീങ് അല്ലെങ്കിൽ ബീയിങ്, ഞാൻ ഒരു മനുഷ്യനായി ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട് എന്നൊക്കെ തോന്നിക്കുന്ന, എന്തൊക്കെയോ ചെയ്തു തീർക്കുന്ന നമ്മളെ പ്രവാചകന്മാരിലോ അല്ലെങ്കിൽ വലിയ മുനികളിലോ ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു ലെവലാണ്. നമുക്കത് അനുഭവിക്കാൻ പറ്റുമെന്നുള്ള വേറെ വിഷയം. ഇതൊക്കെ ഒരു തിയറിയാണല്ലോ, അങ്ങനെ അദ്ദേഹം പറഞ്ഞു പോകും. ലോവർ 4 ലെവൽ ഓഫ് ഹയറാർക്കി. ഈ ഹയറാർക്കിയിൽ ഏറ്റവും താഴെയുള്ള 4 ഫിസിയോളജിക്കൽ, സേഫ്റ്റി, ലവിങ് ബിലിംഗ്. ഇത് ഇല്ലാത്തത് കൊണ്ട് മനുഷ്യൻ മോട്ടിവേറ്റഡ് ആയിരിക്കും, അഥവാ അത് ഉണ്ടാകാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഹോമിയോസ്റ്റാറ്റിസ് നഷ്ടപ്പെടുന്നു. അങ്ങനെ അത് ഉണ്ടായിരിക്കുമ്പോൾ ആ ഹോമിയോസ്റ്റാറ്റിസ് ഉണ്ടാവുന്നു. പിന്നെ അടുത്തതിന് വേണ്ടി ശ്രമിക്കുന്നു, അതും കിട്ടുമ്പോൾ ഹോമിയോസ്റ്റാറ്റിസ് ഉണ്ടാവുന്നു. അടുത്ത് കിട്ടുമ്പോൾ അങ്ങനെ പോകും. വെൻ അൺമെറ്റ്, ഇത് ഇല്ലാതെയാവുമ്പോൾ ദേ കോസ് ടെൻഷൻ. വെൻ സാറ്റിസ്ഫൈഡ്, കിട്ടിക്കഴിഞ്ഞാലോ ദർ ഇമ്പോർട്ടന്റ് ഡിക്രീസസ്. അങ്ങനെ തന്നെയല്ലേ? നമുക്ക് ചായ കിട്ടേണ്ട സമയത്തിന് ചായ കിട്ടിയാലോ പ്രശ്നം തീർന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് പോകേണ്ടി വരും. അങ്ങനെ പോകും. അത് 4 കഴിഞ്ഞാൽ പിന്നെ ഗ്രോത്ത് നീഡ്സ് അഥവാ ബീയിങ് നീഡ്സ്. ബീയിങ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞ സാധനം. ഹയസ്റ്റ് ലെവൽ സെൽഫ് ആക്ച്വലൈസേഷൻ, നോട്ട് ബേസ്ഡ് ഓൺ ഡെഫിഷ്യൻസി. ഇത് ഡെഫിഷ്യൻസിയുടെ പേരിലല്ല, ബേസ്ഡ് ഓൺ കണ്ടിന്യൂസ് ഗ്രോത്ത് ആകുന്നു. പിന്നെ അതിന്റെ മേലെ പിന്നെ മാലാക്കയുടെ എന്നത് പിന്നെ ദൈവികമായ ലെവലിലേക്കൊക്കെ എത്തുന്ന ഒരു ചിന്തയാണ് പോകുന്നത്. They become stronger as they are fulfilled. കിട്ടുന്തോറും സ്ട്രോങ്ങർ ആയി പോകുന്നു. മറ്റത് അങ്ങനെയല്ല, കിട്ടുന്തോറും അത് മറന്ന് അടുത്തയിലേക്ക് ചാടുകയാണ് ചെയ്യുന്നത്. എന്തായാലും സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞത് മനുഷ്യന്റെ ഒരു ബീയിങ് നീഡാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ടല്ല പറയുന്നത് സെൽഫ് ആക്ച്വലൈസ്ഡ്. അതാണ് സെൽഫ് ആക്ച്വലൈസേഷന്റെ ആൾക്കാരുടെ എന്താ പറയാ ക്യാരക്ടറിസ്റ്റിക് ആണ്. അവര് പൊതുവെ റിയാലിറ്റി സെന്റേർഡ് ആയിരിക്കും. അങ്ങനെ പറഞ്ഞാല് അവര് കാര്യബോധമുള്ളവരായിരിക്കും. എന്താ പറയാ, എന്താണോ യാഥാർത്ഥ്യം, എന്താണോ ഇവിടെ ഉള്ളത്, എന്താണോ നടക്കേണ്ടത്, അതിനെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. അല്ലാതെ വലിയ പൊങ്ങച്ചവും അല്ലെങ്കിൽ വലിയ വടായിത്തനും വലിയ തട്ടിക്കൂട്ടലും ഉടായിപ്പൊന്നും അവരുടെ ഉണ്ടാവില്ല. റിയാലിറ്റി സെന്റേർഡ് ആണ് അവർ. അക്യുറേറ്റ് ആയിരിക്കും, പെർസെപ്ഷൻ അവർക്ക് കൃത്യമായിരിക്കും. ഓരോന്നിനെ കുറിച്ചും കൃത്യമായ കാഴ്ചപ്പാടും സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അവരാണ് പ്രോബ്ലം സെന്റേർഡ് ആണ് ഇവര്. അതായത് ഇവരുടെ ജീവിതത്തിലുടനീളം ഒരു മിഷൻ അതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും വിഷയം വരുമ്പോൾ പേഴ്സണൽ ആയിട്ട് എടുക്കുന്നില്ല, മറിച്ച് അതിനു വേണ്ടി, ആ ഒരു പ്രോബ്ലത്തിന് വേണ്ടി, ആ ഒരു വിഷയത്തിന് വേണ്ടി. അപ്പോൾ പ്രോബ്ലം സെന്റേർഡ് ആണ്. അത് അച്ചീവ് ചെയ്യുക, അത് പരിഹരിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതാണ് സെൽഫ് ആക്ച്വലൈസേഷന്റെ ആൾക്കാർ. പിന്നെ ഓട്ടോണോമസ് ആണ്. അതായത് അവർ ഇൻഡിപെൻഡന്റ് ആണ്. അവർ ഫിസിക്കലി, തോട്ടലി എപ്പോഴും എന്താണ്, മറ്റുള്ളവരുടെ സഹായവും മറ്റുള്ളവരുടെ ഇതൊന്നും ഒരാൾക്ക് ആവശ്യമില്ല. അവരിങ്ങനെ സെൽഫ് ആക്ച്വലൈസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഡിപ്പെൻഡൻസി ഒന്നുമില്ല. ചിന്തയിലാട്ടെ, പ്രവർത്തനത്തിലാട്ടെ, ഇവിടുത്തെ കാര്യത്തിലൊന്നും അവർക്ക് വേറെ ആരും ഡിപ്പെൻഡ്, അങ്ങനത്തെ ഒരു ലെവലിലേക്ക് എത്തും. മാത്രമല്ല അവർക്ക് ഫുൾ ആക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കും. സ്വന്തത്തെ ഉൾക്കൊള്ളാൻ റെഡിയാണ്, മറ്റുള്ളവരെയും ഉൾക്കൊള്ളാൻ പറ്റും. അപ്പൊ സ്വന്തം ഷോർട്ട് കമ്മിങ്സും ഒക്കെ, അപ്പൊ സ്വന്തത്തെ കുറിച്ച് നല്ലൊരു ബോധം അവർക്ക് ഉണ്ടാക്കും. അല്ലാത്തവരെന്തായിരിക്കും, എന്ത് പറ്റിയാലും മറ്റുള്ളവരെ കുറ്റം, അത് കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്, അത് അവൻ ചെയ്യാത്തതുകൊണ്ട്, അത് അങ്ങനെ ആത്തതുകൊണ്ടാണ്, ഇങ്ങനെ ആത്തത്, നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഇവരാണെങ്കിലോ സെൽഫ് ആക്സെപ്റ്റഡ്, ഓക്കെ സോറി മൈ മിസ്റ്റേക്ക് എന്ന് പറയാൻ റെഡിയാണ്. മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഒരാളെ ആസ് ഇറ്റ് ഈസ് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി. മറ്റൊരാൾ എന്തായാലും സെൽഫ് ആക്ച്വലൈസ്ഡ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ നിന്നെ സ്വീകരിക്കാം, കണ്ടീഷൻഡ് ആക്സെപ്റ്റൻസ് ഇതല്ല ഉണ്ടാകും. ഇവര് പീക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എത്തിക്കഴിഞ്ഞാൽ. അതായത് അവർക്ക് ഡീപ്പ് ജോയ്, ഡീപ്പ് ഇൻസൈറ്റ് ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞു അവർക്ക് ഹൈ ക്രിയേറ്റിവിറ്റി, സ്പോണ്ടേനിറ്റി ഒക്കെ ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ ഈ സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ എത്തുമ്പോൾ ഇതൊക്കെ ഉണ്ടായിരിക്കുന്നു. അടുത്തത് റോഷായിങ് ബ്ലോട്ട് ടെസ്റ്റ്. നമ്മള് പേഴ്സണാലിറ്റി അളക്കാൻ, മെഷർ ചെയ്യാൻ കുറെ അസസ്മെന്റ് ടൂളുകൾ പറയുന്നുണ്ട്. ആ ടൂളുകൾ പറയുന്നുണ്ട് എന്താ പറയാ, പ്രൊജക്റ്റീവ് ടൂൾസ്, പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾ എന്താന്നൊക്കെ വരുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് റോഷാക്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്നുള്ളത്. അതിനെ കുറിച്ചുള്ള ചെറിയ വിശദീകരണമാണ്. ഇത് ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്. ഇതിൽ 10 കാർഡുകളാണുള്ളത്. ഇതെന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ കാർഡുകൾ വെച്ച്, ഉദാഹരണമാണ് ഒരു ഇത് നടത്തുന്നെങ്കിൽ ഇതൊരു കാർഡാന്ന് വിചാരിക്കുക. ഈ കാർഡിൽ ചിലപ്പോൾ 5 കളർ ഉള്ളതും 5 കളറില്ല. കളർ എന്നാണ് ഉദ്ദേശിക്കുന്നത് വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും 5. വേറെ വൈറ്റ് പേപ്പറിൽ കളേർഡ് ആയിരിക്കും. ഇങ്ങനെ 5 10 കാർഡുകൾ ഉണ്ടാകുക.
എന്റെ അടുത്ത് വരുന്ന പേഴ്സണാലിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട ആളുടെ പേഴ്സണാലിറ്റി അളക്കാൻ മിക്കവാറും അബ്നോർമൽ ഇഷ്യൂസ് അല്ലെങ്കിൽ നോർമൽ ആണെങ്കിലും അപ്പോൾ സൈക്കോട്ടിക്കോ അല്ലെങ്കിൽ ന്യൂറോട്ടിക്കോ ഇഷ്യൂ ഉള്ള ആൾക്കാരുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ, കാരണം അവർക്ക് കാര്യങ്ങൾ പറയാൻ കഴിയാത്തതുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുന്ന കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ 10 കാർഡ്, ഈ ഒരു കാർഡ് ഞാൻ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു, എന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. എന്റെ മുന്നിലുള്ള ആൾക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്താണ് ഇതിൽ കണ്ടിട്ട് നിനക്ക് തോന്നുന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ അയാൾ കുറെ കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയുമ്പോൾ ആ പറയുന്ന വാക്കുകൾക്കിടയിലൂടെ അദ്ദേഹത്തിന്റെ ഇമോഷൻസും ഹിഡൻ ഫീലിംഗും മറ്റൊക്കെ മനസ്സിലാക്കിയെടുക്കുന്ന, അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള അൺകോൺഷ്യസ് ആയ കാര്യങ്ങൾ അയാൾ അറിയാതെ പ്രൊജക്ട് ചെയ്യിക്കുന്ന ഒരു ടെക്നിക്കാണ് പ്രൊജക്റ്റീവ് ടെക്നിക് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഹെർമൻ റോഷാക്ക് എന്ന് പറഞ്ഞ സ്വിസ് സൈക്കോളജിസ്റ്റ് ആയ 1926 എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തു, ഓർമ്മല്ലാതെ നമുക്ക് വേറെ ഭാഗത്ത് വരുന്നുണ്ട്. ഇത് എക്സ്പ്ലോർ അൺകോൺഷ്യസ് പ്രോസസ്, ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങൾ പുറത്തു കൊണ്ടുവരാൻ. ഇതിന്റെ രീതി എന്താണ്? ഇതിന് 3 ഭാഗങ്ങളുണ്ട്. ഈ റോഷാക്ക് ബ്ലോക്ക് ടെസ്റ്റ് നടത്തുമ്പോൾ 3 ഭാഗങ്ങൾ. ഒന്ന് പെർഫോമൻസ് പുറപ്പ്, അതായത് പെർഫോമൻസ് ലെവല്, രണ്ടാമത്തെ ഇൻക്വയറി ലെവല്, മൂന്നാമത്തെ സ്കോറിംഗ് ലെവല്. ഒന്നാമത്തെ ഒന്നാണ് പെർഫോമൻസ്, അതായത് ഈ 10 കാർഡുകൾ, ഈ ഒരു കാർഡ് ഞാൻ എടുക്കുന്നു, അയാളെ മുന്നിൽ ഇരുത്തുന്നു, എന്നിട്ട് അയാൾക്ക് കാണിച്ചെടുക്കുന്നു, അയാൾ പിടിക്കാൻ പറയുന്നു, എന്നിട്ട് അതിനെ കുറിച്ച് പറയാൻ പറയുന്നു. അതാണ് പെർഫോമൻസ്. ഓരോ കാർഡ് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാർഡ്, പിന്നെ അടുത്ത കാർഡ്, ഇങ്ങനെ 10 കാർഡുകൾ ഇങ്ങനെ ചെയ്യുന്ന അതാണ് പെർഫോമൻസ്. അങ്ങനെ റെക്കോർഡ് ഓൾ റെസ്പോൺസസ്, അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും. അപ്പോൾ എന്റെ മുന്നിൽ നിൽക്കുന്ന ആളുടെ എല്ലാ റെസ്പോൺസുകളും ഞാൻ റെക്കോർഡ് ചെയ്യുന്നു, വെർബാറ്റിം, അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ ആ ഏത് രീതി, ഏത് ടോണിൽ എവിടെ സ്ട്രെസ് ചെയ്തു, ഏതൊരു സംശയം, അങ്ങനെയൊക്കെ നോക്കി. നോട്ട് റിയാക്ഷൻ ടൈം, ഒരു കാർഡ് കാണിച്ചു കൊടുത്ത് അതിനെക്കുറിച്ച് പറയുമ്പോഴേക്ക് അദ്ദേഹം ചോദ്യം ചോദിച്ച ഉടനെ മറുപടി പറഞ്ഞിട്ടുണ്ടോ, അതെല്ലാം കുറെ കഴിഞ്ഞിട്ടാണോ, ആലോചിച്ചിട്ടാണോ, എനിക്ക് ആ ഒരു മറുപടി പറയാൻ വേണ്ടി റിയാക്ഷന് വേണ്ടി അദ്ദേഹം എത്ര ടൈം എടുത്തിട്ടുണ്ട്, വാക്കുകൾക്കിടയിൽ സമയം വിടുന്നുണ്ടോ, ആലോചനയിൽ ഇങ്ങനെ നിമഗ്നനായിരിക്കുന്നുണ്ടോ, ഇതൊക്കെ നോട്ട് ചെയ്യും. ഇതാണ് പെർഫോമൻസ്. അപ്പൊ ആ പ്രോസസ് നടക്കുന്ന ഒരു സ്റ്റേജാണ് പെർഫോമൻസ് സ്റ്റേജ്. രണ്ടാമത്തത്, ഈ 10 കാർഡുകളും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കാർഡ് വെച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. കാരണം ഇതിലെ ക്ലാരിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും വിഷയങ്ങളുണ്ട്. അതാണ് ഇൻക്വയറി സ്റ്റേജ്. അങ്ങനെ പറഞ്ഞല്ലോ, എന്താ അപ്പൊ അങ്ങനെ അതിനെക്കുറിച്ചും മറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഇങ്ങനെ ചോദിച്ചു കൊണ്ടുപോകുന്ന ഒരു ഘട്ടമാണ് ഇൻക്വയറി സ്റ്റേജ്. ആസ്ക് പേഴ്സൺ ടു എക്സ്പ്ലെയിൻ ലൊക്കേഷൻ. അപ്പൊ ഇതിൽ നിങ്ങൾ ഇതുണ്ടല്ലേ, ഇതിൽ നിങ്ങൾ കണ്ടൊരു പൂച്ചയല്ലേ, പൂച്ചയുടെ ഏത് ഭാഗത്താണ്, അങ്ങനെ ലൊക്കേഷൻ, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ചോദ്യം വരുന്നുണ്ട്, അതുകൊണ്ട് അവിടെ പറയാം. ഇമേജിലെ ഓരോ ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യുന്ന രീതി. മൂന്നാമത്തത് ക്ലാസിഫൈ സ്കോറിംഗ്. ഈ കാർഡ് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ റെസ്പോൺസുകൾ വെച്ച് മാർക്ക് കൊടുക്കുന്ന ഒരു ഘട്ടമാണ്. സ്കോറിംഗ് ചെയ്യുമ്പോൾ പലപ്പോഴും എന്തായിരിക്കും, ലൊക്കേഷൻ. ഈ കാർഡിലെ ഞാൻ ഈ കാർഡ് കാണിച്ചു കൊടുത്തപ്പോ കാർഡിനെ എന്തെല്ലാമാണ് അദ്ദേഹം മറുപടി പറഞ്ഞു നോക്കും. കാർഡിന്റെ ഏതെങ്കിലും സ്പെസിഫിക് ഭാഗത്ത് ആ ഇമേജിന്റെ ഒരു സ്പെസിഫിക് ഭാഗമാണോ, സെൻട്രൽ ഭാഗമാണോ, അതെല്ലാം മൊത്തത്തിലാണ് കവർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കും. എന്റെ റെസ്പോൺസ് അല്ലെങ്കിൽ അയാളുടെ റെസ്പോൺസ് ഏത് രീതിയിലാണ് നോക്കും. ഹോൾ കവർ ചെയ്തുകൊണ്ട് പറഞ്ഞെങ്കിൽ W ഇടും. അതല്ല, അയാൾ ഒരു സ്പെസിഫിക് മൂക്കിന്റെ കാര്യം മാത്രം, അല്ലെങ്കിൽ ചെവിയുടെ കാര്യം മാത്രം, അല്ലെങ്കിൽ വാലിന്റെ കാര്യം മാത്രം ഡീറ്റെയിൽ ആയിട്ടാണ് പറയുമെങ്കിൽ D എന്ന് മാർക്ക് ഇടും. ഇങ്ങനെ മാർക്ക് ഇടുന്ന ഒരു രീതി അതിനുണ്ട് എന്നർത്ഥം. ഡിറ്റർമിനൻസ്, അതായത് ഇതിലെ ഫോം, അങ്ങനെ അതിന്റെ രൂപമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കളറിനെ കുറിച്ച് സംസാരിക്കുന്നത് C ഇടും. അതിലെ ഷെയ്ഡിനെ കുറിച്ച് പറയുമെങ്കിൽ S ഇടും. അതിന്റെ അതൊരു പൂച്ച ഒരു പ്രാവ് പറക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ജീവി ചാടുന്ന പോലെ കാണുന്ന ഒരു ചാടിനെ കുറിച്ച് പറയുന്നത് M ഇടും. ഇങ്ങനെ മാർക്ക് ഇടുന്ന ഒരു രീതിയാണ്. അപ്പോ ഇതൊരു പൂച്ചയുടെ രൂപത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ രൂപമായതുകൊണ്ട് F ഇട്ടു. ആ പൂച്ച നിൽക്കുമ്പോ അതിന്റെ ഒരു സിംഹം നിൽക്കുമ്പോ അതിന്റെ നിഴൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു പറയുമ്പോ ഷെയ്ഡ് അവ S ഇട്ടു. അതൊരു എന്താ പറയാ, ഒരു വവ്വാല് പറക്കുന്ന പോലെയാണല്ലോ തോന്നുന്നു പറയുമ്പോ മൂവ്മെന്റ് M ഇട്ടു. ഇങ്ങനെ സ്കോറിംഗ് ചെയ്യുന്നൊരു ഘട്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞ മറുപടി അല്ലെങ്കിൽ അയാൾ പറഞ്ഞ മറുപടിയിൽ എത്രമാത്രം മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവ H ഇടും. മൃഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ എനിമൽ A ഇടും. ബേഡ്സിനെ കുറിച്ചാണെങ്കിൽ B ഇടും. ഈ രീതിയിലൊക്കെ ഇതൊക്കെ അങ്ങനെ മാർക്ക് കൊടുക്കുന്ന രീതി. ഇതാണ് ഇതിന്റെ രീതി. ജസ്റ്റ് 6 മാർക്കിനായതുകൊണ്ട് അത്ര പറഞ്ഞാൽ മതി. റോഷാക്കിംഗ് ബ്ലോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാല് പേഴ്സണാലിറ്റി അസസ്മെന്റിന് ഉപയോഗിക്കുന്നതാണ്. നോർമൽ പേഴ്സണാലിറ്റി എന്നതിനേക്കാൾ ഉപരി അബ്നോർമലോ സൈക്കോട്ടിക് ഇഷ്യൂസ്, സൈക്കോട്ടിക് എന്നല്ല, ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉള്ള മെന്റൽ ചെറിയ ഡിസോർഡർ ഉള്ള ആൾക്കാരുടെ ഒക്കെ പേഴ്സണാലിറ്റി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂള്. പ്രൊജക്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് അഡ്മിനിസ്ട്രേഷൻ, കാർഡുകൾ ഇങ്ങനെ കൊടുക്കുന്നത്. 2 അത് റെക്കോർഡ് ചെയ്ത സാധനത്തിലെ സംശയങ്ങൾ തീർക്കുന്ന ഒരു ഘട്ടം, അതാണ് എൻക്വയറി. സംശയങ്ങൾ തീർത്തിയ ശേഷം പോയിന്റ് മാർക്ക് കിട്ടുകൊടുക്കുന്ന ഒരു ഘട്ടം, അതാണ് അതിന്റെ സ്കോറിംഗ് ഘട്ടം. പിന്നെ ഡീറ്റെയിലേക്ക് നമുക്ക് പോകുന്നില്ല. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ചോദ്യം, പ്രൊജക്റ്റീവ് ടെക്നിക്കുകളുടെ സ്ട്രെങ്ത്തും ലിമിറ്റേഷനും. നമ്മൾ പറഞ്ഞു പേഴ്സണാലിറ്റി അസസ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്, ടെക്നിക്കാണ് പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾ. അത് അൺകോൺഷ്യസ് സാധനത്തെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്നു.
അതിൽപ്പെട്ട അതിന്റെ ക്ലാസിഫിക്കേഷൻ, അത് ക്ലാസ് എന്താണ്, അസോസിയേറ്റീവ് മെത്തേഡ് ഉണ്ട്, കൺസ്ട്രക്റ്റീവ് മെത്തേഡ് ഉണ്ട്, കംപ്ലീഷൻ മെത്തേഡ് ഉണ്ട്, എക്സ്പ്രസീവ് മെത്തേഡ് ഉണ്ട്, ചോയ്സ് ഫില്ലിംഗ് മെത്തേഡ് ഉണ്ട്. അപ്പൊ പല രീതിയിലൂടെയും പ്രൊജക്റ്റീവ് ടെക്നിക്ക് നടത്താറുണ്ട്. ഒന്നാണെങ്കിൽ അസോസിയേഷൻ, റോഷാക്ക് ഇൻഗ്ലോട്ട് ടെസ്റ്റ് ഒക്കെ അസോസിയേഷൻ ആൻഡ് എന്താ പറയുക കൺസ്ട്രക്റ്റീവ് മോഡൽ പെട്ടാണ്. ഇതിനെ മറ്റൊന്നുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അയാളൊരു വിഷയം പറയുമ്പോഴേക്ക് അത് ഇതിനുണ്ട്, അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ മൂവ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ മിക്കവാറും അയാൾ ചെറിയ അയാൾ എന്തോ ഒരു ഇഷ്യൂ, അയാൾ എന്തോ ഒരു കാര്യം കിടക്കുന്നുണ്ട് എന്നിങ്ങനെ പോകുന്നതാണ്. എക്സ്പേർട്ടുകൾക്ക് ഇത് പറയാൻ പറ്റുള്ളൂ, ഞാൻ ജസ്റ്റ് രൂപം പറഞ്ഞുള്ളൂ. അങ്ങനെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് അതിനെ എന്താ പറയാ പേഴ്സണാലിറ്റി അളക്കുന്ന രീതിയാണ് അസോസിയേഷൻ ടെക്നിക്ക്. മറ്റൊന്നുള്ളത് കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ TAT, തിമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് എന്ന സാധനമുണ്ട്. ഇതുപോലെ തന്നെ വേറൊന്നാണ്, അതിൽ മിക്കവാറും മനുഷ്യരുടെ രൂപരിക്കും ഉണ്ടാകുക. രണ്ട് കുട്ടികൾ, ഒരാണും പെണ്ണും നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു വയസ്സായ ഒരു ഉമ്മയും ചെറിയ കുട്ടി നിൽക്കുന്നത്, ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ കഥകൾ പറയിപ്പിക്കുന്നതായിരിക്കും. എന്താണ് എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത്, എങ്ങനെ ഇവരിവിടെ എത്തിപ്പെട്ടത്, ഇതിന് മുമ്പ് എന്തായിരിക്കും, ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താകാനാ സാധ്യത എന്നൊക്കെ പറഞ്ഞ് അവനെ കൊണ്ട് സ്റ്റോറി ബിൽഡ് ചെയ്യിപ്പിക്കുന്നു. ആ സ്റ്റോറി പറയുമ്പോൾ അവന്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ പുറത്തെടുക്കുന്ന ഒരു രീതിയാണ് തിമാറ്റിക് അപ്രസെപ്ഷൻ. ഒരു തീം അപ്രിസിയേറ്റ് ചെയ്ത് നടത്തുന്ന ടെസ്റ്റ്. തിമാറ്റിക് പെർസെപ്ഷൻ എന്നാണ് ഒരു തീം, ഈ ചിത്രം, ഇതിനെ അവൻ അപ്രിസിയേറ്റ് ചെയ്യണം, അതിനെ ഇവാലുവേറ്റ് ചെയ്യണം, അതിനെ ഡിസ്ക്രൈബ് ചെയ്യണം. അതിലൂടെ ടെസ്റ്റ് നടത്തുന്ന തിമാറ്റിക് പെർസെപ്ഷൻ. പിന്നെ കംപ്ലീഷൻ ടെസ്റ്റ്. കംപ്ലീഷൻ ടെസ്റ്റ് എന്ന സെന്റൻസ് കംപ്ലീഷൻ ഒക്കെ കൊടുക്കുന്നത് പലപ്പോഴും ഉണ്ടാവില്ല. ചിത്രങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഒരു പിക്ചർ എടുത്തിട്ടുണ്ടാവും, അതിൽ കുറച്ച് ഭാഗങ്ങൾ മിസ്സിംഗ് ഉണ്ടാവും, അത് വെച്ച് കൊടുക്കാൻ പറയും. അപ്പോ അല്ലെങ്കിൽ ചെറിയ കഥ, ഇഫ് ഐ വേർ ദേർ, ഇഫ് ഐ ആം ലൈക്ക് യു ദെൻ വാട്ട് ഐ വുഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട്, അപ്പോ ചില സാധനങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും എന്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ മറച്ചു വെക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുമെന്നൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണിത്. എക്സ്പ്രസീവ് ടെസ്റ്റിംഗ്. എക്സ്പ്രസീവ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ചില രംഗങ്ങളിൽ നമ്മൾ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അറിയാതെ പ്രകടിപ്പിച്ചു പോകും, അതാണ് എക്സ്പ്രഷൻ. അത് റോൾ പ്ലേയിലൂടെ, അതല്ലെങ്കിൽ ഡ്രോയിങ്, ചിത്രങ്ങൾ വരയ്ക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ പേന കൊടുത്തുകൊണ്ട് ഉപ്പാന്റെ രൂപം ഒന്ന് വരയ്ക്കാൻ പറഞ്ഞ, അല്ലെങ്കിൽ എന്നെ അടിക്കുന്ന ഉസ്താന്റെ രൂപം ഒന്ന് വരയ്ക്കാൻ പറഞ്ഞ വലിയൊരു ഷെയ്ത്താന്റെ രൂപമൊക്കെ അവർ വരയ്ക്കും. കാരണം എന്താ, അത്രയും ദേഷ്യം അവർക്ക് ഉണ്ടാവും, പ്രകടിപ്പിക്കും അത്. അതാണ് എക്സ്പ്രസീവ് ടെക്നിക്. ചോയ്സ്, അത് എന്താ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, സെലക്ഷൻ ടാസ്ക് എനിക്കറിയില്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ ഉള്ളിലുള്ള കാര്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ചില ടെസ്റ്റുകൾ നടത്താറുണ്ട്. അപ്പോൾ പ്രൊജക്റ്റീവ് ടെസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ അസോസിയേറ്റീവ്, കൺസ്ട്രക്റ്റീവ്, കംപ്ലീഷൻ, എക്സ്പ്രസീവ്, ചോയ്സ്. ഇനി അതിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും. സ്ട്രെങ്ത് എന്താ വെച്ചാല് പലപ്പോഴും ഉള്ളിൽ മറച്ചു വെക്കുന്ന, നമ്മൾ അൺകോൺഷ്യസ് ആയി കിടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ, ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള പ്രൊജക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആയതുകൊണ്ട് തന്നെ പേഴ്സണാലിറ്റിയുടെ വലിയൊരു ഘടകം, ഫ്രോയിഡ് പറഞ്ഞ മാതിരി 80% കിടക്കുന്ന അവിടെയാണെന്ന് പറഞ്ഞത്, അതൊക്കെ പുറത്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടൂളാണ് ഇത് എന്നതാണ് അതിന്റെ ഒരു ഗുണം. പിന്നെ റെഡ്യൂസ് ഫേക്കിംഗ്. പിന്നെ മാത്രമല്ല, നമ്മൾ ക്വസ്റ്റ്യൻ MBTIയോ അല്ലെങ്കിൽ മറ്റുള്ള 16PF പോലത്തെ ഭയങ്കര സിസ്റ്റമാറ്റിക് സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ ഉണ്ടാക്കിയ ടൂൾ വെച്ച് പേഴ്സണാലിറ്റി എടുക്കുമ്പോൾ മിക്കവാറും അതിൽ ഫേക്കിംഗ് ഉണ്ടാവും, ലേയിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കുറക്കാനുള്ള മാർഗ്ഗങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അതൊക്കെ ഇല്ലാതെ ഒത്തിരി, കാരണം ഇതിൽ ലെയ്യാനൊന്നും ഇല്ലല്ലോ, ഇവൻ മറച്ചു വെക്കുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനല്ലേ, അങ്ങനെ മറച്ചു അതിന് സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല, റിച്ച് ഡീറ്റെയിൽഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് അല്ല, കുറച്ച് ക്വാളിറ്റേറ്റീവ് ആകും. ഇവനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഈ പറയലും വിശദീകരണത്തിൽ നിന്നും കുറെ കാര്യങ്ങളൊക്കെ ക്വാളിറ്റേറ്റീവ് ഡാറ്റകൾ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ സ്ട്രെങ്ത്. ഒന്ന്, അൺകോൺഷ്യസ് കാര്യങ്ങൾ അൺഎർത്തൻ ചെയ്യാൻ പറ്റുന്നു, ഫേക്കിംഗ് കുറക്കാൻ പറ്റുന്നു. പിന്നെന്താവുന്നത്, റിച്ച് ഡീറ്റെയിൽഡ് ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻ കിട്ടുന്നു എന്നുള്ളതിന്റെ സ്ട്രെങ്ത്. എന്നാൽ ലിമിറ്റേഷനോ, ഇതിന് സ്റ്റാൻഡേർഡൈസേഷൻ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു, സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട രീതിയും സ്കോർ ചെയ്യേണ്ട രീതിയൊക്കെ കൃത്യമായ രൂപരേഖ ഉണ്ടായിരിക്കും, ഗൈഡ് ലൈൻ ഉണ്ട്, അങ്ങനെ സാധനം. പിന്നെ സബ്ജക്ടിവിറ്റി നല്ലോണ്ട്, കാരണം പറയുന്ന ആൾക്ക് തോന്നിയത് പറയാം, ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് തോന്നുന്ന രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാം, അതൊരു സാധ്യത ഉണ്ട്. പിന്നെ റിലയബിലിറ്റിയും വാലിഡിറ്റി ഇല്ല, ഇത് അങ്ങനെ റിലയബിൾ ഒന്നുമല്ല, ഇത് ഇന്നതിനുള്ളതാണ്, അത് ഇത്രമാത്രം റിലയബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന വിഷയമാണ് ഇതിന് കിട്ടുന്നത്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, വാലിഡിറ്റിയും കുറവാണ്. പിന്നെ ടൈം കൺസ്യൂമിംഗ് ആണ്, ഡിഫിക്കൽട്ട് ടു ഇന്റർപ്രറ്റ്, ഭയങ്കര സമയം പിടിക്കുന്നതാണ്. 1-2 സിറ്റിംഗ് കൊണ്ട് തീർന്നോളന്നില്ല, മണിക്കൂർ എടുക്കേണ്ടി വരും. മാത്രമല്ല ഇതിന്റെ ഇന്റർപ്രിറ്റേഷനോ തോന്നിയതുപോലെ വരാൻ സാധ്യത, ഇതിന്റെ ലിമിറ്റേഷൻസ് ആണ്. പോരാ, ചോദ്യം പലപ്പോഴും വന്നിട്ടുണ്ട് കേട്ടോ, പ്രൊജക്റ്റീവ് ടെക്നിക് എന്താന്നുള്ളത് ശ്രദ്ധിക്കണം. പേഴ്സണാലിറ്റി ഡെഫിനിഷൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചിരുന്നു, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ 5 ഫാക്ടർ മോഡൽ എന്നൊരു തിയറി നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ പല തിയറികളും ചർച്ച ചെയ്തു, റെയ്മണ്ട് ബി കാറ്റലിൻ്റെത്, ഐസെങ്കിൻ്റെത്, പിന്നെ അതൊക്കെ ഗോൾഡൻ ആൽപോർട്ടിൻ്റെത്, കാരൻ ഹോണിയുടേത്,
പിന്നെ ഫ്രൂയിഡിൻ്റെത്, പല തിയറികളും ഇങ്ങനെ പറയാം. ആൽബർട്ട് ബണ്ടൂരെ കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതിലൊന്നും വരാത്തൊരു തിയറിയാണ് 5 ഫാക്ടർ മോഡൽ തിയറി എന്ന് പറയും. ഇത് കുറച്ച് ലേറ്റസ്റ്റ് ആണ്, കുറച്ചുകൂടി പുതിയതാണ്. പലപ്പോഴും ഈ സമയത്ത് നമ്മൾ പഠിക്കേണ്ടതും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഇതാണ്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, നമ്മൾ ഫീൽ ചെയ്യുന്നത്, തിങ്ക് ചെയ്യുന്നതൊക്കെയാണ്. അതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് എന്നതാണ്. അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പെരുമാറുന്നത്, ചിന്തയൊക്കെ വരുന്നത്. അതുപോലെ കൺസിസ്റ്റൻസി ഉണ്ട് എന്നുള്ളതാണ്. ഇന്നും നാളെയും മറ്റന്നാളും ഓരോ ദിവസം മാറില്ല, മറിച്ച് റിലേറ്റീവ്ലി പെർമനന്റ് സാധന പേഴ്സണാലിറ്റി നമ്മൾ പഠിച്ചു. അതിന് ഏറ്റവും നല്ല ഡെഫിനിഷൻ ഗോൾഡൻ ആൽപോർട്ട് ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ? ഡൈനാമിക്, അത് കാണാതെ പഠിക്കണം കേട്ടോ, ഡൈനാമിക് ഓർഗനൈസേഷൻ ഓഫ് സൈക്കോ ഫിസിക്കൽ സിസ്റ്റംസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ ദാറ്റ് ഡിറ്റർമൈൻ എന്നൊക്കെ പഠിച്ചു. ഇനി 5 ഫാക്ടർ മോഡലിലേക്ക് നമുക്ക് പോകാം. ഈ 5 ഫാക്ടർ മോഡൽ തിയറിയില് ബിഗ് 5 എന്ന് പറയാറുണ്ട്. ബിഗ് 5 തിയറി അഥവാ പേഴ്സണാലിറ്റിയെ അങ്ങനെ പറഞ്ഞു കൊണ്ടുപോയിട്ട് ട്രൈറ്റുകൾ കൊണ്ടുപോയിട്ട് ടൈപ്പുകൾ ഇങ്ങനെ ആക്കിയിട്ട് 5 കാര്യങ്ങളാണ് ഉണ്ടാകുക എന്ന് പറഞ്ഞു പോകുന്നത്. ബിഗ് 5 പ്രധാനപ്പെട്ട 5 എണ്ണം. ഈ ഒന്നിന്റെ കീഴിൽ കുറെ കാര്യങ്ങൾ, ഈ ഒന്നിന്റെ കീഴിൽ കുറെ കാര്യങ്ങൾ, ഈ ഒന്നിന്റെ കീഴിൽ കുറെ കാര്യങ്ങൾ, ഇങ്ങനെ 5 ഇതളുകളായിട്ട് 5 തണ്ടുകളായിട്ട് അതിന്റെ കീഴിൽ കുറെ ഘടകങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഇതാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇന്നലെ നമ്മൾ ഐസെങ്കിന്റെ പറഞ്ഞിരുന്നു. ഓർമ്മണ്ട, കൺസിഡർ മോസ്റ്റ് സയന്റിഫിക്കലി ആക്സെപ്റ്റഡ് ട്രൈറ്റ് തിയറി. ട്രൈറ്റ് തിയറി ആണ്, മാത്രമല്ല സയന്റിഫിക്കലി കുറച്ചുകൂടി പ്രൂവണും ആണ്, മോസ്റ്റ് ആക്സെപ്റ്റഡുമായ തിയറിയാണിത്. വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളതിനേക്കാൾ കുറച്ചുകൂടെയൊക്കെ ഒരു റിലയബിലിറ്റിയും വാലിഡിറ്റിയും ആക്സെപ്റ്റൻസും ഉള്ള ഒരു തിയറിയാണ്. മോസ്റ്റ് ആക്സെപ്റ്റഡ് ട്രൈറ്റ് തിയറിയാണ്. ടൈപ്പ് അല്ല, ട്രൈറ്റ് കൊണ്ടുപോയിട്ട് അവസാന ടൈപ്പിലേക്ക് ഇടുന്നുണ്ട് വർഷം. ഡിസ്ക്രൈബ് പേഴ്സണാലിറ്റി യൂസിങ്, ഇവിടെ പേഴ്സണാലിറ്റി അവർ 5 ബോർഡ് വിശാലമായ കണ്ടിന്യൂസ് ആൻഡ് സ്റ്റേബിൾ ഡയമെൻഷൻ. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ 5 ഡയമെൻഷനിലാണ് ഇവർ ഡിഫൈൻ ചെയ്യുന്നത്. ആ ഡയമെൻഷൻ ഓരോന്നും സ്റ്റേബിൾ ആണ്, മാത്രമല്ല ഓരോന്നിന്റെയും ഉള്ളിലുള്ള പോയിന്റുകൾ കണ്ടിന്യൂസ് ആണ്. അപ്പൊ ബ്രോഡ് 5 കണ്ടിന്യൂസ് സ്റ്റേബിൾ ഡയമെൻഷനിലെ പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്യുന്നുള്ള പ്രത്യേകത. ഇവര് പറയുന്ന വെച്ചാല് ഹെറിറ്റബിൾ ആണ് ഈ ട്രൈറ്റുകൾ എന്നുള്ളത്. അതേസമയം വ്യത്യസ്തമായ കൾച്ചറിലും അതിങ്ങനെ കൺസിസ്റ്റന്റ് ആയി നിൽക്കുന്നു. ഹെറിഡിറ്റിയിൽ ഇതിൽ പറയുന്ന പോയിന്റുകൾ ഓഷ്യൻ എന്നാണ് ഈ തിയറി നമ്മൾ വിളിക്കുക. ബിഗ് 5 എന്ന് പറഞ്ഞാൽ ഓഷ്യൻ. ഓഷ്യൻ എന്ന് പറഞ്ഞാല് ഓപ്പൺനെസ്, കോൺഷ്യസ്നെസ്, എക്സ്ട്രാവേർഷൻ, അഗ്രിയബിൾനെസ്, ന്യൂറോട്ടിക്. അപ്പോ ഇവര് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടൂൾ ഉണ്ട്. ആ ടൂൾ അനുസരിച്ച് നമ്മൾ നിയോപിയ എന്ന് പറയും. അവസാനത്തെ നിയോപിയ എന്ന് പറയും. പേഴ്സണാലിറ്റി ഇൻവെന്ററി ആയ ഈ പറഞ്ഞ നിയോപിയ എന്ന പേഴ്സണാലിറ്റി ഇൻവെന്ററി വെച്ചുകൊണ്ട് ഒരാളുടെ പേഴ്സണാലിറ്റി അളന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ അസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ ആൻസർ ആയിരിക്കും, ഓഷ്യൻ എന്നതായിരിക്കും. അതായത് ഓപ്പൺനെസ് ഉണ്ടോ, കൺഷ്യസ്നെസ് ഉണ്ടോ, എക്സ്ട്രാവേർഷൻ ഉണ്ടോ, അഗ്രിയബിൾനെസ് ഉണ്ടോ, ന്യൂറോട്ടിക് ആണോ എന്ന് മനസ്സിലാവും. അപ്പൊ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ 5 ഭാഗങ്ങളുള്ള ഒരു സാധനമാണ്. 5ഉം ചേർന്നതാണ്. ഈ 5ഉം ഏറിയും കുറഞ്ഞിട്ടും ഉണ്ടാകുക. ഏതെങ്കിലും ഒന്ന് മിഴച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ ഓ ആണ് കൂടുതലെങ്കിൽ അവൻ എന്താണ്, ഓപ്പൺനെസ് ഉണ്ട്. ഓപ്പൺനെസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്. സി ആണ് കൂടുതലെങ്കിൽ അയാൾ കൺഷ്യന്റൈനസ് ആണ്. അങ്ങനെ പറഞ്ഞാൽ അയാളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഈയുടെ ഭാഗങ്ങളാണ് കൂടുതലെങ്കിൽ അയാൾ എക്സ്ട്രാവേർട്ടഡ് ആണ്. അപ്പൊ അയാളുടെ സ്വഭാവങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. എന്നയുടെ ആസ്പെക്ട് ആണ് കൂടുതലെങ്കിൽ, ഫീച്ചേഴ്സ് ആണ് കൂടുതലെങ്കിൽ അയാൾ ന്യൂറോട്ടിക് ആണ്. അപ്പൊ അയാളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണെന്നാണ് പറഞ്ഞു പോകുന്നത്. ഓഷ്യൻ. ആ പേര് പഠിക്കുക, ബിഗ് 5 ഫാക്ടർ, ഓഷ്യൻ. ഇതൊക്കെ ഒന്നാണ് കേട്ടോ. 5 കാര്യങ്ങളെന്ന് പറഞ്ഞല്ലോ. ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്, കൺഷ്യസ്നെസ്, എക്സ്ട്രാവേർഷൻ, അഗ്രിയബിൾനെസ്, ന്യൂറോട്ടിസം. ഇതാണ് 5 പോയിന്റുകൾ. ഓക്കെ, ഇങ്ങനെയുള്ള ഈ 5 വശങ്ങൾ പറഞ്ഞുകൊണ്ട് പേഴ്സണാലിറ്റി അളക്കാൻ ഉപയോഗിക്കാൻ അവർ ഡെവലപ്പ് ചെയ്ത ഒരു ടൂളാണ് നിയോ PI പേഴ്സണാലിറ്റി ഇൻവെന്ററി റിവിഷൻ എന്നാണ് P6 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ് ഈ ഓപ്പൺനെസ് എന്ന് പറഞ്ഞാൽ? ഓപ്പൺനെസ് എന്ന് പറഞ്ഞാല് പലപ്പോഴും എന്താ പറയാ, നമ്മൾ പല ആൾക്കാരുണ്ടല്ലോ, ഇപ്പോ ചിലവരൊക്കെ ഹോട്ടലിൽ പോകുകയാണെങ്കിൽ സ്ഥിരമായ ഒരു ഹോട്ടലിലാണ് പോവുക. ഇനി ഹോട്ടലിൽ പോയാൽ തന്നെ സ്ഥിരമായ ഒരു ഭക്ഷണം, സ്ഥിരമായ ഒരു ട്രഡീഷണൽ കഴിക്കുന്ന ഒരു രീതി. ഇപ്പൊ പാരമ്പര്യമായിട്ട് സ്ഥിരമായി ചെയ്യുന്ന ആ ട്രഡീഷൻ എങ്ങനെ ഉണ്ടല്ലോ, ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെയല്ല, മറിച്ച് ക്രിയേറ്റീവായിട്ട് ഇന്നോവേറ്റീവായി ചിന്തിക്കുകയും ആലോചിക്കുകയും വ്യത്യസ്തമായ ഇങ്ങനെ ആംഗിളിലൂടെ പെരുമാറുകയൊക്കെ ചെയ്യുന്ന അത്തരം ആൾക്കാരാണ് ഓപ്പൺനെസ് എന്ന്. അവർക്ക് എന്തായിരിക്കും, ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കും, ഇന്നോവേഷൻ ഉണ്ടായിരിക്കും, അവർ ചലഞ്ചിങ് ആയിരിക്കും, ഔട്ട് ഗോയിങ് ആയിരിക്കും. ഓക്കെ,
ഇമാജിനേഷൻ, ക്യൂരിയോസിറ്റി, ക്രിയേറ്റിവിറ്റി. അവർ ക്യൂരിയോസിറ്റി ഉള്ളവരാണ് എല്ലാത്തിലും. എന്തുകൊണ്ട് അങ്ങനെ ഇങ്ങനെ 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 ഭയങ്കര ഇതുള്ള ഒരു സാധനമാണ്. സയന്റിസ്റ്റുകളൊക്കെ ഇത്തരക്കാരായിരിക്കും. ഓക്കെ, ഓപ്പൺനെസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്, പുതിയ പുതിയ കാര്യം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കും. ട്രഡീഷണൽ പരമ്പരാഗതമായി ചെയ്യുന്നതിൽ മാറിയിട്ട് വേറെ രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കും. ഈ ഒരു ഏരിയയിൽ ഓപ്പൺനെസിന്റെ പോയിന്റുകൾ കൂടുതൽ. ഇപ്പൊ ടെസ്റ്റ് നടത്തിയിട്ട് ഓപ്പൺനെസിന്റെ ആസ്പെക്ട് ആണ് കൂടുതലെങ്കിൽ അവരെന്തായിരിക്കും? അത്തരക്കാർ ഓപ്പൺ മൈൻഡഡ് ആണ്, അവർ ആർട്ടിസ്റ്റിക് ആണ്, പുതിയ പുതിയ ആശയങ്ങളും ചിന്തകളും കാഴ്ചപ്പാടുകളും ഒക്കെ എൻജോയ് ചെയ്യുന്നവരാണ്. കണ്ടതും കേട്ടതും വിശ്വസിക്കുന്നതിനപ്പുറം അപ്പുറത്തേക്ക് ചിന്തിച്ച് പുതിയതിനെ കണ്ടെത്തുന്ന ഒരാൾക്കാരാണ് ഈ ഓ പാർട്ട് കൂടിയാൽ. എന്നാൽ അത് കുറഞ്ഞാലോ? അവര് പ്രാക്ടിക്കൽ സ്ഥിരമായി എന്താണോ ചെയ്തു വരുന്നത്, റൂട്ടീൻ ഓറിയന്റഡ്, ഡെയിലി എന്നും ചെയ്യുന്ന, എന്നും തേക്കുന്ന ആ പേസ്റ്റ് കൊണ്ട് തന്നെ, എന്നും കഴിക്കുന്ന അതേ ചായം വെള്ളം, എന്നും കിടക്കുന്ന അതേ സ്ഥലത്ത് തന്നെ, എന്നും ചെയ്യുന്നതും എന്നും പറയുന്നതും എന്നും ആലോചിക്കുന്നതും അത് തന്നെ, ഒരേ ചാനലിൽ തന്നെ കയറി കേൾക്കുക, ഒരേ വാർത്ത തന്നെ കേൾക്കുള്ളൂ, ഒരേ പത്രം തന്നെ നോക്കുള്ളൂ, ഒരേ ഹോട്ടൽ തന്നെ പോവുള്ളൂ, ഒരേ ടീമിന്റെ കൂടെ നടക്കുള്ളൂ. ഇതാണ് ഇത് ഈ ഓ ആസ്പെക്ട് കുറഞ്ഞു പോയാൽ ഉണ്ടാകുക. രണ്ടാമത്തത് സി, കോൺഷ്യസ്നസ്. അങ്ങനെ പറഞ്ഞാല് നമ്മൾ എത്രമാത്രം ഓർഗനൈസ്ഡ് ആണ്, എത്രമാത്രം ഉത്തരവാദിത്വ ബോധമുള്ളതാണ്. അപ്പൊ സി പാർട്ട് കൂടുതലുണ്ടെങ്കിൽ, ഈ ക്വസ്റ്റ്യൻ നടത്തിയിട്ട് ഇതിലൂടെ അയാൾ സി പാർട്ടിലാണ് കൂടുതൽ മികച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്, സിസ്റ്റമാറ്റിക് ആണ്, വളരെ സിസ്റ്റമാറ്റിക് ആണ്, കാൽക്കുലേറ്റീവ് ആണ്. എക്സാം ഒക്കെ ആകുമ്പോഴേക്ക് എക്സാമിന്റെ 2 ആഴ്ച മുമ്പ് തന്നെ പുസ്തകങ്ങളൊക്കെ വാങ്ങി റെഡിയാക്കി, ക്വസ്റ്റ്യൻ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ഓരോന്നും ഹൈലൈറ്റ് ചെയ്ത് അങ്ങനെ ഇങ്ങനെയാക്കി, പരീക്ഷയുടെ 2 ദിവസം മുന്നേ ഹാൾ ടിക്കറ്റ് റെഡിയാക്കി, പോകാനുള്ള കാശ് റെഡിയാക്കി, വണ്ടി ഇത് റെഡിയാക്കി, പോകേണ്ട ആളെ വിളിച്ചു പറഞ്ഞ് ഞാൻ അവിടെ എത്തുമ്പോൾ നീ വണ്ടിയായിട്ട് വരണം. അങ്ങനെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിരിക്കും ഈ സി പാർട്ട് കൂടുതലുള്ളവർ. അവര് ഡിസിപ്ലിൻഡ് ആയിരിക്കും, ഡിപ്പെൻഡബിൾ ആയിരിക്കും. നാളെ വരാമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അവർ വരും. കെയർഫുൾ ആയിരിക്കും, വളരെ ശ്രദ്ധയായിരിക്കും എല്ലാത്തിനും. നമ്മൾ അവരുടെ റൂമൺ തുറന്നു കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ സ്ഥലങ്ങൾ കൃത്യമായിട്ട് കാണാം. പേന വെക്കാൻ ഇവിടെ, പെൻസിൽ വെക്കാൻ സ്ഥലം, ഇങ്ങനെ 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 സിസ്റ്റമാറ്റിക് ആയിരിക്കും. അത് കുറഞ്ഞാലോ അവന്റെ കാര്യം കണക്കാൻ മാർക്കറ്റ് പോയാൽ മതി. കാരണം ആള് കെയർലെസ് ആയിരിക്കും, ഡിസോർഗനൈസ്. നാളത്തെ പരീക്ഷയ്ക്ക് പരീക്ഷ നാളെ ഹാൾ ടിക്കറ്റ് എവിടെ കിട്ടും, മറ്റെവിടെ കിട്ടും, അങ്ങനെ ഉണ്ടാവില്ല. എല്ലാം കഴിഞ്ഞൊക്കെ ഉണ്ടാവും. സാറേ ആ അസൈൻമെന്റിന്റെ ആ പേജ് എവിടുന്ന കിട്ടുക, ഇനി നമ്മള് വെച്ചാൽ തന്നെ അങ്ങനെ 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 അല്ല, വളരെ അങ്ങനെ ഈ പാട്ട് കുറഞ്ഞാണ്ടാണ്. അപ്പൊ ആരെ ചിരിക്കുന്നത്? ഓക്കെ, അപ്പൊ ഓപ്പൺനെസ്, കോൺഷ്യസ്നെസ്. ഇനി എക്സ്ട്രാ വേർഷൻ, ഈ പാട്ട് കൂടിയാൽ ഈ അവിടെ സ്കോർ ചെയ്ത് നോക്കുമ്പോ എക്സ്ക്യൂസ് മീ സർ, 9 മണിക്ക് മറ്റേ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇത് ക്ലോസ് ചെയ്യാം കേട്ടോ. ആരാ റഫീഖ് സാറിന്റെ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഒരു തുടങ്ങാനാണെങ്കിൽ ഒന്ന് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇത് വീണ്ടും നാളെ പറയേണ്ടി വരും. ഓക്കെ അല്ലേ നിങ്ങള്? എക്സ്ട്രാ വേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവര് ഈ സി പാർട്ടാണ് ഇവർക്ക് മികച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവർ സോഷ്യബിലിറ്റി ഉള്ളവരായിരിക്കും, അസർട്ടീവ്നെസ് ഉള്ളവരായിരിക്കും, അവർക്ക് എനർജി ലെവൽ നല്ല സ്ട്രോങ്. ഈ അവിടെ കൊടുത്ത നമ്പർ ഒക്കെ ഉണ്ട്, 99, 100 എന്നൊക്കെ പറഞ്ഞത്. അത് എന്റെ മറ്റേ മെറ്റീരിയൽ പേജ് നമ്പർ ആട്ടോ. ഈ 99 എനർജി എന്നൊന്നും വിചാരിക്കണ്ട, 100 എനർജി അല്ല. മറ്റൊരു മെറ്റീരിയൽ ഉണ്ട് 200 പേജിൽ, അതിലെ 99ാമത്തെ പേജിൽ നിന്നാണ് ഈ സാധനം വന്നതാണ്. പിന്നെ അത് കൂടിയാൽ ഇത്രയും ആൾക്കാർ കൂടിയാൽ അവർ ഔട്ട് ഗോയിങ് ആയിരിക്കും, ടോക്കേറ്റീവ് ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും. ഒരു നേരം വെളുത്ത് കാരണം ചില ആൾക്കാരുണ്ടല്ലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂലിപ്പണിക്കെടുത്ത് ക്ഷീണിച്ചു നിന്നാൽ വീണ്ടും പിന്നെ മറ്റു കാര്യങ്ങൾക്ക്, ഇലക്ഷന് വേണ്ടി പോകാനും മറ്റൊന്ന് പോകാനും മറ്റോട് പോകാനും എല്ലാത്തിലും റെഡി ആയിരിക്കും ഈ പോർട്ട്. നേരെ മറിച്ച് അതിൽ മാർക്ക് കുറഞ്ഞാൽ, ഈ പോർട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അവര് ക്വയറ്റ് ആണ്, റിസർവ്ഡ് ആണ്, സോളിറ്റ്യൂഡ് ആഗ്രഹിക്കുന്നവരാണ്. അവർ റൂമിന്റെ അകത്ത് ഒരുമിച്ച് കൂടി സ്വന്തം കാര്യം, സ്വന്തം അവനാനോലെ കുട്ടികളും ആയിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ എന്താ അങ്ങനെ ഒരു മാറി നിൽക്കുന്ന ഒരു ഇൻട്രോവേർട്ടഡ് സ്വഭാവമായിരിക്കും. ഈ എ പോർഷൻ ആണ് നമുക്ക് കൂടുതൽ പോയിന്റ് കിട്ടിയതെങ്കിൽ, അഗ്രിയബിൾനെസ് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആള് കൈൻഡ്നെസ്, ഭയങ്കര ഇതുള്ള ആളാ, മറ്റുള്ളവരുടെ ഒക്കെ അഗ്രി ആയിട്ട് പോകാൻ പോകുന്നത്, പൊരുത്തപ്പെട്ട് ഇങ്ങനെ പോകുന്ന, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ റെഡിയാണ്. അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടെ ഫ്രിക്ഷന് വേണ്ടി അവന് ഉണ്ടാവില്ല. അഗ്രിയബിൾനെസ് കൂടിയാൽ കൈൻഡ്നെസ് ഉണ്ടായിരിക്കും, ട്രസ്റ്റ് ഉണ്ടായിരിക്കും, കോപ്പറേറ്റീവ് മെന്റാലിറ്റി ആയിരിക്കും. നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏതാങ്കിലും കൂടുതൽ നോക്കിയാൽ മതി കേട്ടോ. നേരെ മറിച്ച് അത് കുറഞ്ഞാലോ ഭയങ്കര കോമ്പറ്റേറ്റീവ് മൈൻഡ്, ഭയങ്കര റിവൽറി. ഓൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാ അവനൊരു പാഠം പഠിപ്പിക്കണം. കഴിഞ്ഞ ഇലക്ഷൻ അങ്ങനെ ചെയ്തില്ല, എന്നോനെ കാലിട്ട് ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും ഒരു സസ്പീഷ്യസ് മൈൻഡോടെ ലെസ് കോപ്പറേറ്റീവ് ആയിരിക്കും. അപ്പൊ ഓഷ്യനിലെ എ കൂടിയാൽ കോപ്പറേഷൻ ഉണ്ടായിരിക്കും, കൈൻഡ്നെസ് ഉണ്ടായിരിക്കും, മാനുഷിക പരിഗണനയോട് ജീവിച്ചു പോകുന്നതായിരിക്കും, എല്ലാവരുടെ ബഹുമാനവും ആദരവും സ്നേഹവും ഒക്കെ ഉണ്ടായിരിക്കും. മറ്റേതാണെങ്കിലോ എല്ലാരെയും ഒന്നിട്ട് ഞണ്ടിന്റെ സ്വഭാവമായിരിക്കും, എവിടെയും കുളത്തിയിട്ടും വലിച്ചിട്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ടായിരിക്കും.
ഓഷ്യനിലെ എൻ എന്ന് പറഞ്ഞാൽ ന്യൂറോട്ടിസം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ്. എൻ കൂടിയാൽ സ്റ്റെബിലിറ്റി കുറവായിരിക്കും, ന്യൂറോട്ടിക് ആയിരിക്കും. എൻ കുറഞ്ഞാലോ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും. ഇൻസ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ആങ്ഷ്യസും മൂടി ഈസിലി അപ്സെറ്റ് ആയിരിക്കും എൻ കൂടിയാൽ. ചെറിയൊരു വിഷയം വരെ, ചെറിയ ശബ്ദം, അവിടുത്തെ ശബ്ദം, അവിടെ ബോംബ് ഇട്ടണോ, ഇറാഖിൽ മിസൈൽ വന്നു, അവരൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോഴേക്കും വലിയ സംഭവമാക്കി എടുക്കും. മറ്റേതോ ലോ കാം ഇമോഷണലി സ്റ്റഡിയാണ്. അവർക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പരീക്ഷ അല്ലേ, ഇനിയിപ്പോ ഈ പരീക്ഷ എഴുതിയെങ്കിൽ എന്താ അടുത്ത പരീക്ഷ എഴുതണം, പരീക്ഷ തോറ്റെന്ന് ജീവിതം അവസാനിച്ചോ എന്നോ അങ്ങനെ അങ്ങനെ പെട്ടെന്നൊന്നും പ്രശ്നം ഉണ്ടാവില്ല. എവിടെയോ ഒന്നും സംഭവിച്ചാൽ നമുക്ക് ആകെ പ്രശ്നമായിരിക്കും ന്യൂറോട്ടിക് ആകുമ്പോൾ. ഈ തിയറി അനുസരിച്ച് പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ, അളക്കാൻ വേണ്ടി, അസസ് ചെയ്യാൻ വേണ്ടി അവർ കണ്ടെത്തിയ ഒരു ടൂളാണ് NeoPI. അതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണ് റിവിഷൻ R. Okay, is the most widely used inventory measure Big 5. Provides a detailed profile of personality phase. നമ്മുടെ പേഴ്സണാലിറ്റിയുടെ വ്യത്യസ്ത വശങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൂളാണിത് MBA. ചുരുക്കി പറഞ്ഞാൽ 5-factor model offers a simple universal structure for understanding personality. സിമ്പിൾ ആയ ഒരു മെത്തേഡാണ്, യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയ ഏത് കൾച്ചറിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണിത്. സയന്റിഫിക്, റിലയബിൾ, മേക്ക് ദി സെൻട്രൽ മോഡേൺ ബോൺ. അപ്പൊ സയന്റിഫിക് ആണെന്നുള്ള റിലയബിലിറ്റി ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ല ഒരു സൈക്കോളജി മെഷർമെന്റിനുള്ള ഒരു അസസ്മെന്റ് ടൂളായിട്ട് ഇതിനെ അംഗീകരിക്കുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നല്ല രീതിയിൽ മനസ്സിലാക്കുക, പോയിന്റുകൾ നല്ല മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ അല്ലേ സാറേ? ഈ തിയറി ആരുടേതാണെന്നാ പറഞ്ഞേ? അങ്ങനെ ചോദിച്ചാൽ ഈ കോസ്റ്റാന്ന തോന്നുന്നു, ഓർമ്മ റെഡി ആണെങ്കിൽ കോസ്റ്റേ അങ്ങനെ തോന്നുന്നു. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ബിഗ് അല്ലേ, Big 5 നോക്കിണ്ടാക്കി ഞാൻ പറയാം. കോസ്റ്റേ അങ്ങനെ തോന്നുന്നു, അങ്ങനെ എന്തോ ഒരു ഓർമ്മ. ഓക്കെ, ശരി ശരി ശരി, താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ.